ഈ ദീനിന്റെ ഒരു ഭംഗിയാണ് ഞാൻ പറയുന്നത്. ഇനി അവിടെ അല്ലാത്തൊരു പേരാണ് പറയേണ്ടിയിരുന്നെങ്കിൽ എന്തേനും അവസ്ഥ. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഓക്സിജൻ കിട്ടുന്നില്ല, ശ്വാസകോശം അടഞ്ഞു പോയിട്ടുണ്ട്. ഇനി അന്നേരം വിളിക്കേണ്ട പേര് മാതല്ല കർത്താവേ എന്നായിരുന്നുവെങ്കിൽ കർത്താവ് എന്നാണ് ഗതിയെങ്കിൽ താര ദുഃഖോൾ തന്നെ ആർക്ക് കിട്ടും? ശ്വാസം മുട്ടുന്നവരും പറഞ്ഞു പോകുവാൻ പറ്റുന്ന ഏക സ്വരം അതാണ്. ആ റസൂലുള്ളാഹിന്റെ ഹദീസിന്റെ ഭംഗി നോക്ക്. നമ്മൾ വെറുതെ ഒരു ഇല്ലാത്ത അർത്ഥം ഇങ്ങനെ വെച്ചിട്ടുണ്ടാക്കും. ഞാനിപ്പോ പറഞ്ഞ ഹദീസിന്റെ ശരിക്കുള്ള മാന്യങ്ങൾ ആലോചിച്ചു. ഞാൻ ഈ പറഞ്ഞ ഈ അടിസ്ഥാനം വെച്ചിട്ടാണ് റസൂലുള്ളാഹി എന്താ പറഞ്ഞത്? മൻ കാന ആഖിറു ഖൗലിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. എന്താ ഇതിന്റെ അർത്ഥം? ഉസ്താദന്മാരോടല്ലേ എന്താ അർത്ഥം? എന്താ മൻ കാന, നിഷേധിക്കുകയല്ല, ഞാൻ ചെറുതാക്കുകയല്ല, അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരാണോ പറഞ്ഞത് അയാളെ സ്വർഗ്ഗത്തിൽ കടന്നു എന്നല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു മാന അതിനില്ല. റസൂൽ പറഞ്ഞ ഇങ്ങനെയാണ്, ആര് പറഞ്ഞ വാക്കാണോ ഒടുവിലെ വാക്കാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയത് അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. ആരാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞത് അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്നല്ല. ആര് പറഞ്ഞതാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആയത് അവൻ സ്വർഗ്ഗത്തിൽ കടന്നു. മൻ ആരാണോ കാന ആയിരിക്കുന്നു ആഖിറു ഖൗലിഹി ഓനുണ്ടാക്കിയ ഒച്ചയിൽ നിന്ന് ഒടുവിലെ ഒച്ച, ഓൻ പറഞ്ഞ സംസാരത്തിൽ ഒടുവിലെ സംസാരം, ഉണ്ടാക്കിയ ശബ്ദത്തിൽ ഒടുവിലെ ശബ്ദം ആയിരിക്കുന്നു. എന്തായിരിക്കുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ കടന്നു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. എന്താ തമ്മിലെ വ്യത്യാസം? മറ്റതിന്റെ അറബി മൻ കാല ആഖിറ ഉംരിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്നാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയൂല. കാരണം റസൂലുള്ളാഹിനെ പറഞ്ഞത് റസൂലുള്ളാഹി എന്ന് പറഞ്ഞാൽ തന്നെ അല്ലാഹുവിന്റെ റസൂലാണല്ലോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നടക്കൂല, പറച്ചില് നടക്കൂല. എന്താ ഈ ആവരം പറയുന്നത്? നമ്മുടെ വ്യത്യാസം പറയുമ്പോ ഇന്റൻഷനലി ആവുമ്പോഴാണ് പറയാ. അസാധാരണമായി തൗഫീഖുള്ളവർക്കൊക്കെ നടക്കും. പ്രകൃതിപരമായിട്ട് ആലോചിച്ച് നോക്കും. ശ്വാസം മുട്ടി മസ്തിഷ്ക മരണം വരെ സംഭവിച്ചു. ഹൃദയം മരിക്കുന്നതിന് മുമ്പ്, ഹാർട്ട് അറ്റാക്ക് സംഭവിക്കുന്നതിന് മുമ്പ് ബ്രെയിൻ ഡെത്ത് സംഭവിക്കുമല്ലോ. എനിക്ക് അർത്ഥമൊന്നുമില്ല. ബോധം പോയതിനു ശേഷമല്ലേ ശ്വാസം പോകുള്ളൂ. ബോധം പോവുക മീൻസ് ഭൗതികമായ ലൗകികമായ അവസ്ഥയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുന്നുള്ളതാണ്. ആള് മരിക്കുന്നു, ആളുടെ ബോധം ആകെ അടിച്ചുവെന്നുമല്ല. അതിന്റെ പുതിയ സ്റ്റഡീസ് ഒക്കെ നമ്മൾ ഈ അട്ടപ്പാത്തിനൊക്കെ പറയണ്ട. ബോധം മറ്റൊരു നിലക്കാവും. വേറൊരു നിലക്കാവും ബോധം. മാഞ്ഞു. പിന്നെ നമ്മൾ കാണുന്ന എന്നല്ല ആള് കാണുന്നത്. ഇസ്രായേലിനെ കാണുന്നു, മലക്കുകളെ കാണുന്നു, സ്വർഗം കാണുന്നു, പരലോകം കാണുന്നു. ദുനിയാവിലാണ്, പക്ഷെ ദുനിയാവിന്റെ അപ്പുറം കാണുന്നു. ഈ മരിക്കുന്ന ആളുടെ അടുത്തുള്ള ആളൊന്നും കാണുന്നില്ല. ആ നിലക്ക് ആൾ മാറും. മറ്റൊരു നിലയാകും. ഒറ്റ വാക്കിന് പറഞ്ഞു. ആ സമയത്ത് നിരന്തരം ഏത് വാക്കാണോ നമ്മൾ ജീവിതത്തിൽ ഉച്ചരിക്കാറുണ്ടായിരുന്നത്, ആ വാക്കാണ് നമ്മൾ അറിയാതെയും ഒരുപക്ഷെ നാവിൽ വരിക. അതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ? നമ്മൾ രാവിലെ പറമ്പിൽ അടക്ക വറുക്കാനും തേങ്ങ വറുക്കാനും പറമ്പിലേക്ക് പോകണം. കാലിന്റെ അടിയിൽ കുപ്പിച്ചുള്ളത്. അപ്പോ നമ്മൾ ആദ്യം കരുതിയിരുന്നോ വീട്ടിൽ നിന്ന് പോകുമ്പോ കുപ്പിച്ചുള്ളത് അറച്ചാൽ ഇന്ന ഒച്ചയാണ് ഉണ്ടാക്കേണ്ടത്. അല്ല സാധാരണ നമ്മളെ കാറിന്റെ മിററും അല്ല സ്കൂട്ടീന്റെ കണ്ണാടിയും മറ്റേ സ്കൂട്ടീന്റെ കണ്ണാടിയും അവിചാരിതമായിട്ട് അരിഞ്ഞു. ചിലപ്പോ നായ, പന്നി, പിരിപ്പ്, ബലാല്, പായ, ചെറുത്താനെ, ചിലപ്പോ ഇതിന്റെ അപ്പുറത്ത് ഒന്നും കൂടി ഗ്രേഡ് കൂടിയിട്ട് പാവാടയും പേന്റും കഴിച്ചുള്ള സാധനത്തിന്റെ പേരൊക്കെ തടത്തി വായിക്കുന്നത്. അല്ല ഡേഷിന്റെ മോനെ, ഇതൊക്കെ നാട്ടിൽ റോഡ് നടക്കുന്ന സംഗതികളാണ്. പ്രധാനപ്പെട്ട
ഏറ്റവും സ്നേഹമുള്ളവർക്കിടയിലുള്ള ഇന്നത്തെ ഏറ്റവും സൗഹൃദത്തിന്റെ വെളിപ്പേരിൽപ്പെട്ടതാണ് പേര് കഴിച്ചാലുള്ള സാധനത്തിന്റെ രോമത്തിന്റെ പേര്. പള്ളിനത്രല്ലേ പറയാൻ പറ്റും. നമ്മുടെ സമൂഹം എവിടെ എത്തിയ ആ രോമത്തിനൊരു പേരില്ല, അതാണ് വിളിക്കുന്നത്. അത് സ്നേഹമുള്ളവർക്കിടയിലുള്ള പേരാണ്. പരിചയമില്ലാത്തവർക്ക് അത് വലിയ കൺഫ്യൂഷൻ. അതിന്റെ ഒരു സൈക്കോളജിയിൽ എന്നാ പറയാ, ഞാനിങ്ങനെ വെറുതെ കാർഡ് കയറി പറയുന്നല്ല. കോപ്രോ നിങ്ങൾ അന്നിങ്ങനെ പറഞ്ഞാലും കോപ്രോഫീലിയ, കോപ്രോലാലിയ എന്നൊക്കെ പറയാം. തെറിവാക്കുകളെ കൊണ്ടുള്ള കമ്മ്യൂണിക്കേഷൻ, അശ്ലീല ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന പ്രതിഷേധങ്ങൾ. അവിടെ നമ്മളൊരു അച്ചങ്ങത് നന്നായി തോന്നില്ല. എനിക്ക് പള്ളിയിൽ നിന്നൊക്കെ പരദൂഷണം പറയും. ഒരു തെറി പറയുന്നൊരു തൊപ്പിക്കാരനുണ്ടായില്ല. കുഴപ്പമില്ല, മനസ്സിലാക്കാനാണ്. അശ്ലീല വാക്കുകൾ മാത്രം പറഞ്ഞിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതൊരു സമൂഹത്തിന്റെ ട്രെൻഡായി മാറും. അപ്പൊ അത് ശീലിക്കുന്നയാള് അവസാനം ഒരു മുസീബത്ത് കാണുമ്പോ അതും പിടിച്ചിട്ടാണ് മരിക്കുക. അസ്രായേലിനെ കാണുമ്പോൾ മാതല്ല ഈ ആദ്യം പറഞ്ഞ തെറിയൊക്കെയാ പറയുന്നത്. ഈ മരിച്ചവന്റെ മുഖം നോക്കിയാ പോലെ തെറി പറയുന്ന പോലെ ഒരു ഫീരിയസ് മുഖമൊക്കെ കാണും. എലിഞ്ഞു മുറിഞ്ഞ് ചൈന്റെ പന്നിന്ന് വിളിക്കാനുള്ള ശ്രമമാണ്. അപ്പൊ റൂഹ് പോയതാണ്. ഈ ആളെ കൂടി കല്യാണം ഉണ്ട്, അപ്പാണ് എന്നെ വെച്ച് കൊണ്ടുപോകുന്നതാണ് ഈ ചോദ്യം. വിട്ടില്ല. അപ്പൊ നിരന്തരം അള്ളാഹുവിനെ വിളിച്ച് ശീലയുടെ കാലിന്റെ അടിയിലേക്ക് കുപ്പിച്ചുകള് ചെന്ന് കയറുമ്പോ അവനോട് അറിയാതെ പറഞ്ഞു, ഉറക്കത്തെ പാഴ്ക്കിനാവ് കാണുകയാണ്. കാട്ടുപോത്ത് കുത്താൻ വരുന്നു അല്ലേ? ഇത് ഉറക്കത്തിന്റെ ബോധം നമുക്കുള്ളത്. പക്ഷെ അന്തോന്ന് വിളിച്ചിട്ടാണ് ഉറങ്ങിയത്. ഈ ഉറക്കത്തിന് മൊത്തോ ചെറിയ മക്കളാണ്, മല പിടിക്കുന്ന കുഞ്ഞുങ്ങളാണ്. ഉമ്മാന്ന് വിളിച്ചിട്ടാണ് ഉറങ്ങിയത്. ഉറക്കത്തെ കാട്ടുപോത്ത് വന്നപ്പോ ഈ കുട്ടി ഉമ്മാ. യമൂത്തുൽ ഇൻസാനു അലാമ ആശ, ജീവിക്കുന്നത് പോലെയാണ് മരിക്കുക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇൻസാനു അലാമ മാത, മരിച്ചതുപോലെയാണ് മഹ്ശറിൽ വരിക എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ തെറിപ്പാട്ടുമായിട്ട് മഹ്ശറിൽ വരുന്ന പട്ടാളം ഉണ്ടാവും. തക്ബീർ തഹ്ലീൽ ജാഥയുമായി വരുന്ന പട്ടാളം ഉണ്ട്. തഹ്ലീൽ ജാഥയിൽ അല്ലാഹു നമ്മളെ പെടുത്തണം. അപ്പൊ ഇൻസാനു അലാമ മാത. അപ്പൊ കാറും കൂട്ടിമുട്ടിയാൽ ഉണ്ടാവുന്ന ഒരു ഒച്ചയില്ല. ഒരു മനുഷ്യൻ ജീവിതത്തിൽ കാണാൻ പോകുന്ന ഏറ്റവും വലിയ മുസീബത്താണ്, ആക്സിഡന്റ് ആണ്. മുലാഖാത്തു അസ്രായേലിനെ കണ്ടുമുട്ടുക എന്നത് ആക്സിഡന്റ് ആണ്. അപ്പോ ബൈക്കിന്റെ ചില്ലും കാറിന്റെ ചില്ലും കൂട്ടുമുട്ടിയപ്പോ ഉണ്ടായതുപോലുള്ള ഒച്ച നമ്മൾ അറിയാതെ ഉള്ളിൽ നിന്ന് വരുന്നതിനെ കുറിച്ചാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ കാന ആഖിറു ഖൗലിഹി ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അസ്രായേലിനെ കണ്ടുമുട്ടുക എന്നുള്ള ആക്സിഡന്റിൽ അകപ്പെടുമ്പോ ഉണ്ടാക്കിയ ശബ്ദം, അല്ലാഹ് എന്ന് പറയുന്ന ശബ്ദം ആരുടേതാണോ ആയത് അവന് പറഞ്ഞതാണ് സ്വർഗം എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാനിതാ മരിക്കാൻ പോവാണ്. ഓൺ യുവർ മാർക്ക്, റെഡി, 1 2 3 ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ പേരല്ല മരണം. അങ്ങനെ മരിച്ചവരുണ്ട്, മരിക്കാൻ പറ്റും മശായിഖന്മാരായി. അത് തോഫീഖാണ്. ലാ യുഹ്കമു ബിന്നവാഖി. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റും. ഞാൻ നാളെ രാത്രി മരിക്കും, വെള്ളിയാഴ്ച രാത്രി മരിക്കും, ഞാൻ മരിക്കാൻ പോന്നാണ്. അങ്ങനൊക്കെ മരിച്ച ഒരുപാട് സംഗതികൾ. അങ്ങനെ മരിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങനെ മരിക്കാൻ പറ്റില്ല. അന്നൽ ഖുവതലില്ലാഹി ജമീഅ. ഞാൻ അതിന്റെ അഹ്ലുസുന്നയിലേക്ക് ആ ചർച്ചയിലേക്ക് എനിക്ക് പോകുന്നില്ല. സാധാരണഗതിയിൽ ഈ പറഞ്ഞതാണ്. ഒച്ച ഉണ്ടാവാൻ നമ്മുടെ വിഷയം അങ്ങോട്ടൊക്കെ പോയതെല്ലാം പറ്റിയ ഏക നാമം അല്ലാഹ്. അല്ലാഹ് ശ്വാസം മുട്ടിയതാണ്. അല്ലാഹ്. നമ്മളെന്ത് ചെയ്തു? ലോകത്താര മരിക്കുമ്പോ 6 ഘട്ട പറയുന്നു. തനാട്ടോളജി ഇതൊക്കെ ഇന്ന് സയൻസ് അംഗീകരിച്ചു.
സ്റ്റഡിയെ പോയിട്ട് ഡെത്ത് ആൻഡ് സോളൊക്കെ സയൻസ് അംഗീകരിച്ചില്ല. അപ്പൊ മറ്റേ കൂട്ടർ പറയും സ്യൂഡോ സയൻസ് ആണ്. ലോകത്ത് ജെന്യുവൻ സയൻസ് എന്ന് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഏത് സയൻസാണ്? അലോപ്പതിക്കാരി പറയും ആയുർവേദം ശരി, ആയുർവേദക്കാരി പറയും അലോപ്പതി ശരിയില്ല, മറ്റൊരു തിരിച്ചു മറിച്ചൊക്കെ. എന്നാലും നമ്മുടെ ഇടപെടണ്ട. മലയാളത്തിൽ പറഞ്ഞാൽ മരിക്കുന്നതാണ്. കണ്ണിൽ ഇരുട്ട് കയറുന്നുണ്ട്, ഇവിടെ ഒരു തടസ്സം പോലെ. അപ്പൊ നമ്മൾ ആദ്യം ഒന്ന് റെസിസ്റ്റ് ചെയ്യും. ഇത് ഉച്ചക്ക് അല്ല നോമ്പ് തുറക്കുമ്പോ കപ്പ തിന്നതിന്റെ ഗ്യാസാണ്. ഇങ്ങനെ വിചാരിച്ചവരെ ഇന്ന് കബറിലുള്ളൂ. ഞാൻ മരിക്കുകയാണെന്ന് കരുതിയിട്ട് മരിച്ച ആൾക്കാരെക്കാൾ അത് 5%. കബർ കിടക്കുന്ന 95% ഗ്യാസ് കൊണ്ട് ശ്വാസം കൊണ്ടെന്ന് ഞാൻ കരുതിയിട്ട് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ ബോധ്യപ്പെട്ട് മരിച്ചു തന്നെയാണ്. അപ്പൊ നാളെ ഇന്നെ അനക്കും നിങ്ങൾക്കും വന്നാലും 1-ാം ഘട്ടത്തിൽ നമ്മൾ തയ്യാറാക്കില്ല. 1-ാം ഘട്ടത്തിൽ റെസിസ്റ്റ് ചെയ്യും. ഇത് ഗ്യാസ് ഇല്ല, പ്രശ്നം. നമ്മള് തന്നെ അസ്രായേലിനെ ആട്ടാൻ ശ്രമിക്കുന്ന വിഷയമല്ല. കഴിഞ്ഞ ആഴ്ച ബോഡി ചെക്കപ്പ് ചെയ്താണ്. BP നോർമൽ, ഷുഗർ നോർമൽ, കൊളസ്ട്രോൾ നോർമൽ, ഫാറ്റി ലിവർ നോർമൽ. അത് കുറച്ച് പിടിപെടുന്നുണ്ടല്ലോ എന്നാവും. 30 സെക്കൻഡ് ആവും. കടൽ ഇരുട്ട് കയറുന്നുണ്ട്, നെറ്റ് കയറുന്നുണ്ട്. അപ്പോഴാണ് അല്ല ഇത് കാര്യം കൈവിടുന്നുണ്ടല്ലോ. ഒരു ഗ്ലാസ് വെള്ളം. അതാണ്. അപ്പോ വെള്ളത്തിന് ആടുന്ന ടാപ്പ് തിരിച്ച് ഗ്ലാസ്സിലേക്ക് വെള്ളം ഇങ്ങനെ കടലാന്ന് വരുന്നുണ്ടാവും. നമ്മുടെ മലിനെ ഇങ്ങനെ മലിന്. ആ മലക്കുന്ന സമയത്താണ് പിന്നെ 1 സെക്കൻഡിന്റെ ഉള്ളിൽ 100 കൊല്ലം ഓടുന്നത്. ഖുർആൻ പറഞ്ഞു. ആ 1 സെക്കൻഡിന്റെ ഉള്ളിൽ 100 കൊല്ലം ഓടും. ജനിച്ച അന്ന് മുല കുടിക്കുന്ന കാണും, ജനിക്കുന്നത് കാണും, മുല കുടിക്കുന്നത് കാണും, മദ്രസയിൽ പോകുന്നത് കാണും, കല്യാണം കഴിക്കുന്നത് കാണും, മണവാളനായത് കാണും, മണവാട്ടിയായത് കാണും, മക്കളുണ്ടായത് കാണും. 1 സെക്കൻഡിന്റെ ഉള്ളിൽ ഈ ഫ്ലാഷ് ന്യൂസ് പായുന്ന പോലെ ലൈഫ് പാസ്റ്റ് ഇങ്ങനെ പായുന്നു. ആ പക്ക് കഴിഞ്ഞു. അപ്പോഴാണ് മുലാഖാത്ത് അസ്റായീൽ. അപ്പോ ദുർബലനായി വിധേയനായി പറഞ്ഞു പോവേണ്ട വാക്കാണ് എന്റെ ഭാര്യ എനിക്കില്ല, മക്കളില്ല, ഫോട്ടോയില്ല, സ്വത്തില്ല, ഒന്നുമില്ല, ഞാനും ഇല്ല, അധികാരമില്ല, MLA ഇല്ല, MP ഇല്ല, മന്ത്രിയില്ല, അതും ഇല്ല, ഇതും ഇല്ല. മാ അഗ്ന അൻഹു മാലുഹു മാ അഗ്ന അന്നി മാലി ഹലക അന്നി സുൽത്താനിയ. എന്താണ് ആയത തന്നെ? മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. അബ്ബാസിയ ഖലീഫ ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് മരിക്കുമ്പോൾ പറഞ്ഞതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പോലുമല്ല. മാ അഗ്ന അന്നി മാലിയ ഹലക അന്നി സുൽത്താനിയ. എന്റെ പണം എനിക്ക് ഉപകരിച്ചില്ല, എന്റെ അധികാരം എനിക്ക് ഉപകരിച്ചില്ല. അപ്പോൾ തോറ്റവന്റെ കിലാവ് എന്ന പോലെ, വിധേയന്റെ അഭയം എന്ന പോലെ പറഞ്ഞു പോവേണ്ട ശബ്ദമാണ് അതിന് സ്യൂട്ടായ ഏക പദം. അവിടെ മുഹമ്മദ് എന്നുള്ള പേര് പോലും സ്യൂട്ടല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലാക്കണം. മരിക്കുമ്പം പറയാൻ പറ്റിയ പേരിന്റെ പാകതയിൽ അല്ലാഹു മുഹമ്മദിന്റെ പേര് പോലും വെച്ചില്ല. ബാക്കിയിലൊക്കെ വിഷയം കൊണ്ട് കൺവേർട്ട് ആവണ്ടാകുണ്ട. ഉമ്മ വെക്കാൻ പറ്റിയ പേരാണ് മുഹമ്മദ്. മൊത്തം വെക്കുക. ജീവിക്കാനും മരിക്കാനും പറ്റിയ പേര് അള്ള കൊണ്ടുപോയി. സ്നേഹിക്കാൻ പറ്റിയ പേര് ആരും കൊണ്ടുപോയി? തവറക്കിന് നമ്മളെ കേട്ടാ തന്നെയാണ്. ആരും കൊണ്ടുപോയി? മുഹമ്മദ് കൊണ്ടുപോയി. നമ്മുടെ പരിപാടി കഴിഞ്ഞ് പോയി. അല്ല നാളെ രാവിലെ നമ്മളെ മോളെ നമ്മളെ കണ്ടു. മുത്തം വെക്കുമുണ്ടാവുന്ന ഒച്ച എന്താ? അല്ലെ? പിതാവ് സന്താനത്തെ കൊണ്ടുപോയി ചുംബിച്ചു. ഉപ്പ വെച്ചു എന്ന് പറയാരോ ഇല്ല. നമ്മളാ വെച്ചത് സാധനം. എന്നാലും പെണ്ണുങ്ങൾക്കാണ് മാർക്ക്. അവിടെ പാട്രിയാർക്കി അല്ല, മാട്രിയാർക്കി. കാരണം മുത്തത്തിന്റെ പേര് ഉപ്പ വെച്ചു എന്നാവൂല,
പിതാവ് കൊണ്ടുപോയി ചുംബിച്ചാൽ പേര് ഉമ്മ വെച്ചതാണ്. കാരണം എന്താ? ചുംബിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്നേഹത്തിന്റെ പ്രകടനത്തിന്റെ ശബ്ദം എന്തല്ല എന്ന് പറഞ്ഞ മൊത്തം വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടി പിന്നെ നമ്മളെ കാണുമ്പോൾ ഓടും. പുല്ലെന്ന് കൂടി പറഞ്ഞു കംപ്ലീറ്റ്. തെറിന്റെ ശബ്ദമാണ് ഉഫിന്ന് പറഞ്ഞാൽ ഉഫിനെ നമ്മളെ എന്ന് പറയാം. നമ്മൾ ചെയ്യുക ഇതൊക്കെ നമ്മൾ പറയുന്നത്. അതൊക്കെ തെറിയാണ്. പക്ഷെ സ്നേഹമാണ്. രണ്ടാള് പ്രേമിക്കുന്നതാണ്. വാട്സാപ്പിൽ എന്താ ചാറ്റ് ചെയ്യുന്നത്, ലെറ്റർ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ പറഞ്ഞു പ്രേമിക്കുന്നവരൊന്നും പറഞ്ഞു എന്താ പറയാ, അങ്ങനത്തെ പ്രേമം നോക്കണ്ട. നിങ്ങളെ വൈഫും ചാറ്റ് ചെയ്യുന്നതാണ്. നിങ്ങള് ഗൾഫിൽ പോയാലും പച്ച ഉണ്ടാക്കിയിട്ട് ആരും കാക്കണ്ട. ഏതക്ഷരം ടൈപ്പ് ചെയ്യാൻ സായിപ്പും മദാമയും മദാമച്ചിയും പ്രേമിക്കുമ്പോഴും ടൈപ്പ് ചെയ്യാം സമ്മതത്തിന്റെ മലയാളിയും അമേരിക്കക്കാരനും ഇപ്പോ ഈ കോസ്മോപൊളിറ്റൻ പ്രണയങ്ങളാണല്ലേ. ഒരു ചങ്ങനാശ്ശേരിക്കാരനും ഒരു തായ്ലൻഡുകാരിയും പ്രേമിച്ചു. എന്താ ടൈപ്പ് ചെയ്യുമ്പോ അക്ഷരം എന്താ വരുക? പ്രകൃതിയിൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാനുള്ള ഏക ശബ്ദം മുഹമ്മദിന്റെ മീമാണ്. മീമും കൂടെ അല്ലാതെ നിസ്വന ശബ്ദം, മലയാളത്തിലെ നിസ്വനം. ഈ നിസ്വന ശബ്ദത്തിൽ കൂടി അല്ലാതെ സ്നേഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഗൾഫിൽ പോയിട്ട് ഭാര്യനെ വിളിക്കുമ്പോ, കല്യാണത്തിന് പോയി നിൽക്കുമ്പോൾ പറയും, ഡ്രസ് ഇഷ്ടായില്ല, ചോറ് കഴിച്ചോ, കുട്ടി ജയിച്ചോ, മോക്ക് ടോപ്ലസ് ഇട്ടിയോ, ഇല്ലടെ അവള് പറയുന്നു. അപ്പൊ നമുക്കൊരു സമാധാനം അല്ലേ. ഇനി അവിടെ പറയുന്നത് എന്നാണെങ്കിൽ നമ്മളെന്തേക്കും അവസരം ഫോണും വെച്ച് നമ്മൾ പോകും. ആലോചിച്ചു പ്രാക്ടിക്കലി ചിന്തിച്ചു. നമുക്കൊരാളെ എപ്പോഴാണ് ഒരു എന്തൊരു സമാധാനം. 3-4 കിട്ടാൻ ഡ്രാഗ് ചെയ്തിട്ട് ഇപ്പൊ നമ്മളെന്താ തിരിച്ചതിനെന്താ റീപ്ലൈ കൊടുക്കുക? ഒരു ലവ് ഇമേജ് കൊടുക്കില്ലേ? അത് നാച്ചുറലി അതാണ്. 3 മുഹമ്മദിലുള്ളത്. ആ 5 അക്ഷരത്തിൽ 3 അല്ലേ? ഒന്നാമത്തെ മീമ്, പിന്നെ ഹ, പിന്നെ 2 മീമിനെ അട്ടിക്ക് വെച്ച് മനസ്സിന്റെ മുത്താണത്. ഓരോ അക്ഷരത്തിനും ഓരോരോ അർത്ഥങ്ങളാണ്. പിന്നെ 3 മീമാണ് പറയുന്നത്. മീം വാലിദിഹി, മാതാപിതാക്കളെക്കാളും എന്നോടാകണം അല്ലെ. വലദിഹി, മക്കളെക്കാളും എന്നോടാകണം. സമൂഹത്തിൽ ആരെക്കാളും എന്നോടായിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ 5 പ്രത്യേകത പറഞ്ഞു. ജീവിക്കാനും മരിക്കാനും പറ്റിയ 2 പേരുകളാണിത്. ചുരുക്കി പറഞ്ഞാൽ ജീവിക്കാനും മരിക്കാനും പറ്റിയ 2 പേരുകളാണ് ഇത്. മുഹമ്മദുൻ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്ത് മനോഹരമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സയൻസും ഫിലോസഫിയും തെളിവൊന്നുമാണ്. ഈ ഒറ്റൊരു സത്യപ്രതിജ്ഞയുടെ ഈ അടിസ്ഥാന വാക്യം മാത്രം അല്ലാഹു അല്ലാതെ ആരാധനയില്ല, മുഹമ്മദ് അവന്റെ ദൂതനാണ്. എല്ലാം പൊട്ടു. اللهم أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم اعتقني من النار وادخلني الجنة يا رب العالمين. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. اللهم إنك عفو تحب العفو فاعف عني. വെറുതെ നമ്മുടെ ഈ ഒരു അല്ലാഹ് ഫാനാവുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഈ ഫാൻ എന്നുള്ള വാക്ക് നല്ലൊരു വാക്കാണ്. തസവ്വുഫിലെ ഫനാവിന്റെ ഒരു ബന്ധമുള്ള വാക്കാണ് ഫാൻ. കുല്ലു മൻ അലൈഹ ഫാൻ. ആ ഫാനല്ല ഈ ഫാൻ. അല്ലാഹുവിൽ ഫനാ, അല്ലാഹുവിന്റെ അളവ് അല്ലേ.
നമ്മുടെ മുൻഗാമികളായ ആൾക്കാരൊക്കെ ഉണ്ടാക്കിയ ഈ റാത്തിബൊക്കെ ആലോചിച്ചു ഞാൻ ഇത് അധികം തെറിപ്പിക്കുന്നില്ല. നമ്മളിപ്പോ ഈ നോട്ടീസിലൊക്കെ കാണുന്നത് 2 ആഴ്ച കൊണ്ട് ഇംഗ്ലീഷ് ബ്ലഡിൽ അരിയിക്കുന്നുണ്ട്. ബ്ലഡിൽ നമ്മുടെ ജീവനിൽ സോഫ്റ്റ്വെയറിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അള്ളാഹ്. ഖാദിരിയ റാത്തീബിലൊക്കെ നോക്കി വെക്കുന്നത് എന്ത് മനോഹരമാണ് പറയുന്നത്. കുറെ ആൾക്കാർക്ക് അത് കേൾക്കുമ്പോൾ ഇടങ്ങാറാണ്. അള്ളാഹ് ബ്ലഡിലേക്ക് കൊണ്ടുവരുന്നില്ല, ജീവനിലേക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു ഹി മുഹമ്മദുർ റസൂലുള്ളാഹി. 3 അക്ഷരാണ് അവിടെ വന്നത്. എന്ന് പറഞ്ഞ കാലിന്റെ അടിയിൽ നിങ്ങൾ വരണതാണ്. ഇവിടം വരെ ഇത് തലയിലേക്ക് കൊണ്ടുപോകണം. താഴെ കത്തുന്നതാണ്. ഇനി വിട്ടു കൊടുക്കല മറ്റേ ഇതുമ്മലാണ് ലോകത്ത് ഇസ്ലാം ഉണ്ടായത്. ഇതുമ്മലാണ് ലോകത്ത് ഇസ്ലാം ഉണ്ടായത്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള ആകെ പള്ളികളുടെ പേരുകൾ ധവളപത്രം പുറത്തിറക്കിയിട്ട് ലിസ്റ്റ് ചെയ്യും. ഞാൻ സോഷ്യോളജിസ്റ്റ് ഒന്നുമില്ല, ആർക്കും ചെയ്യാൻ. ഏറ്റവും കൂടുതൽ അവിഭക്ത മഹല്ലുകളുടെ പേര് ജാമി മുഹിയദ്ദീൻ ജുമാ മസ്ജിദ് എന്നായിരിക്കും. ഏറ്റവും ഈ അവിഭക്ത മഹലിൽ നിന്ന് പിരിഞ്ഞുണ്ടായ മഹല്ലുകൾക്കാണ്, പിന്നെ ആ പള്ളികൾക്കാണ് ജാമിയ ഉമറുൽ ഫാറൂഖ്, ജാമിയ അബൂബക്കർ ഒക്കെ പേരുണ്ടായത്. ഒന്ന് മറ്റതിനേക്കാൾ ചെറുതോ വലുതുമല്ല. അള്ളാഹുവിനൊപ്പം നിർത്തിയിട്ടാണ് ദീനുണ്ടായത്. ഞാൻ തരീഖത്തെ പ്രശ്നം നടത്തിയത്. ഇവിടെ ദീനുണ്ടായത് അധികാരത്തെ ഒപ്പം നിർത്തിയിട്ടോ പണത്തെ ഒപ്പം നിർത്തിയിട്ടോ ഒരളവിൽ വിദ്യാഭ്യാസത്തെ പോലും ഒപ്പം നിർത്തിയിട്ടല്ല. അതൊക്കെ ഉണ്ടാവാനുള്ള ബാക്ക്ഗ്രൗണ്ട് അള്ളാഹിനൊപ്പം നിർത്തിയിട്ടുള്ളതാണ്. അല്ലേ കേരളത്തിൽ എങ്ങനെ ഇസ്ലാം ഉണ്ടായിരുന്നാലും ബാക്കിയൊക്കെ പിന്നല്ലേ ഉണ്ടായത്. എത്രയോ ദൂരത്ത് നിൽക്കേണ്ട പോയി തൊപ്പിയിട്ടാൽ ചിത്രാമവന് ചാരത്തിരുന്നിടാം ചുറ്റും പേടിക്കേണ്ട തമ്പുരാരെ. ഈ അവർണന്മാരൊക്കെ ഇസ്ലാമിലേക്ക് വന്നപ്പോ ഇവിടെ മാടമ്പികളില്ലേ, ബൂർഷകളില്ലേ, ജന്മിമാരില്ലേ, സായിപ്പുമാരില്ലേ, അവരിൽ നിന്ന് അഭയം എങ്ങനെയെന്ന് ആരാഞ്ഞ് ആളുകൾ അഭയത്തിനെ ആരാഞ്ഞപ്പോൾ അഭയമായിട്ട് മശായിഖന്മാര് കൊടുത്താണ്. തിങ്കളാഴ്ച രാവിലെ നിങ്ങൾ അള്ളാഹിനെ പിടിച്ചോളി, എല്ലാ മാസവും നിങ്ങൾ അള്ളാഹിനെ പിടിച്ചോ, ദിവസവും മെഷാമാരിവിന്റെ ഇടയ്ക്ക് അള്ളാഹിനെ പിടിച്ചോ, ബാക്കിയൊക്കെ വഴിയേ വരും. ശരിക്കും നമ്മള് ഇന്നത്തെ ആഗോള മുസ്ലിം ചലനെടുത്താൽ അള്ളാഹു ഔട്ടായത്, അള്ളാഹു ഈ അടിസ്ഥാന ലക്ഷ്യത്തിൽ നിന്ന് പുറത്തായത് കൊണ്ടായിരിക്കില്ല ഈ ഫിത്ന, ഫസാദ്, മുസീബത്ത് മൊത്തം മിസൈലും ബോംബുമായിട്ട് വരുന്നത്. സമുദായ സ്പിരിറ്റ് ഭയങ്കരമാണ്, അള്ളാഹു സ്പിരിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇപ്പോ ഉദാഹരണം ഞാൻ ഒരു എന്തെങ്കിലും പറയുന്നതല്ല, ചില ആൾക്കാരുടെ ചില വാക്കുകളുടെ ആശയം ഇങ്ങനെ ആലോചിക്കുന്ന. ഇപ്പോ എൻ്റെ ഒരു എളിയ വിശ്വാസപ്രകാരം കേരളീയ മുസ്ലിംകളുടെ വഴി നിർണയിച്ച ദിഷണാശാലികളിൽ ഒരു 10 പേരെ എടുത്താൽ അതിന്റെ 3 കരകളായിട്ട് മാറുന്ന ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹം സംസ്ഥയുടെ 60ാം വാർഷിക സമ്മേളനത്തിൽ നടത്തിയ ഒരു പരാമർശമാണ് ഇസ്ലാം ഒരു ജാതിയല്ല. എന്താണ് വാക്ക്? ഇസ്ലാം ഒരു ജാതിയല്ല. എന്താണ് പറഞ്ഞത്? അത് പറഞ്ഞ എന്താന്ന് മനസ്സിലാവാൻ 40 കൊല്ലം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ജാതിയാണെങ്കിലാണ് സമുദായ ബോധം കൂടുതലും ദൈവബോധം പിന്നെയും വരിക.
ഇസ്ലാം അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നത് സാമുദായികതയുടെ പുറത്തല്ല. ഇസ്ലാം അടിസ്ഥാനപ്പെട്ട് കിടക്കുന്നത് ദൈവികതയുടെ പുറത്താണ്, വഹിയിന്റെ എൽമിന്റെ പുറത്താണ്. അത് മനസ്സിലാവണമെങ്കിൽ കുറെ വിശാലമാവണം തലം. പക്ഷെ അത് ലോക മുസ്ലിം നേതൃത്വത്തോട് മറന്നുപോയി. അങ്ങോട്ടൊക്കെ ഒന്ന് ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കുന്ന രാവിലെ നമ്മുടെ ടോക്ക് കൊണ്ടുപോവുകയാണ്. രാജ്യം വലുതായി, സമുദായം വലുതായി, ഇൻസ്റ്റിറ്റ്യൂഷൻസ് വലുതായി, സ്വത്ത് വലുതായി, ആയുധം വലുതായി, പതാക വലുതായി, കമ്മ്യൂണിറ്റി ഫീൽ വലുതായി, അല്ലാഹു ചെറുതായി. അതാണ് ഉണ്ടായത്. അല്ലാഹു ഉണ്ടായാൽ രാജ്യം അപ്രസക്തം, കൊടി അപ്രസക്തം, ഭൂമി തന്നെ അപ്രസക്തം, ഭൂമി തന്നെ അപ്രസക്തം, ഭൂമി തന്നെ അപ്രസക്തം. പിന്നെ അല്ല രാജ്യം, പിന്നെ അല്ല രാജ്യം, ഭൂമി തന്നെ അപ്രസക്തം. ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ചർച്ചയിലൊക്കെ വളരെ സങ്കടം തോന്നാറുണ്ട്. ഞാൻ അങ്ങോട്ടൊക്കെ വിഷയം കൊണ്ടുപോകുന്നൊന്നുമില്ലേ, നമ്മുടെ ഈ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയെ പറയുന്നത്. ഇവിടെ അധികാരം വേണമെന്നുള്ള ചർച്ച. ഇവിടെ ആർക്കാണ് പ്രധാനം? ചിമ്മിണിയും മണ്ണെണ്ണയും പിഞ്ഞാണത്തിന്റെ ക്ലോസറ്റും അതല്ലേ ദുനിയാവിലെ നമ്മുടെ ആവശ്യങ്ങൾ. 2 ലിറ്റർ ചിമ്മിണി 5 ലിറ്റർ ആക്കണം. സിമന്റിന്റെ ക്ലോസറ്റ് പിഞ്ഞാണത്തിന്റെ ക്ലോസറ്റ് ആക്കണം. പലകാന്റെ വാതില് പ്ലൈവുഡിന്റെ വാതിലാക്കണം. കാവിയിട്ട നിലം മാർബിൾ ആക്കണം. ദുനിയാവ് ഇവിടെ ആര് വെച്ചാലും സൂഫികളെയില്ല. എന്ത് നടന്നാ മതി? പള്ളി യൂത്ത് നടക്കണം, റാത്തീബ് നടക്കണം, ഹദ്ദാദ് നടക്കണം, ദീൻ നടക്കണം, ദഅവത്ത് നടക്കണം, ഇബാദത്ത് നടക്കണം, ദുആ നടക്കണം, ഇസ്സത്ത് ഉണ്ടാക്കണം, തലയെക്കെട്ട് വേണം, തൊപ്പി വേണം, താടി വേണം, ഹിജാബ് വേണം, മഫ്ത വേണം. നിങ്ങൾ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ ചിന്തിക്കണം. ഈ ബേസിക്കൽ തത്വത്തിൽ നിന്ന് ലോകം മുസ്ലിം സമൂഹം മാറിയിട്ട് എന്തായി? ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രമാണ് പ്രധാനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാലമാണ് പ്രധാനം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈ കെട്ടിടമാണ് പ്രധാനം. ഈ ആലോചനയിലേക്ക് വന്നപ്പോ അല്ലാഹു മനുഷ്യന്മാർ രൂപത്തിലെ ദജ്ജാൽ, കുട്ടി ദജ്ജാലിമാര് വരാൻ തുടങ്ങി. എന്നിട്ട് ടിഷ്യൂ 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 ഇത് മനസ്സിലാക്കിയത് കൊണ്ട് 40 കൊല്ലം മുമ്പ് പറഞ്ഞു, ഇസ്ലാം ഒരു ജാതിയല്ലടാ. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, ഇസ്ലാം ജാതിയല്ല. നമ്മൾ ഇസ്ലാമിനെ ജാതിയാക്കി. ഇസ്ലാം ജാതിയല്ല, ഇസ്ലാം ഒരു കാസ്റ്റ് അല്ല. ഇസ്ലാമിനെ നമ്മൾ ജാതിയാക്കരുത്. ഇസ്ലാമിനെ ജാതിയാക്കിയാൽ മുസ്ലിം സമൂഹത്തിന് പരാജയം. ചെറിയ വൈത്തല്ല. റാബിയത്തുൽ അദവി രാജവംശത്തിലെ 4ാമത്തെ രാജകുമാരൻ. അവര് അള്ളാനെ ഇഷ്ടപ്പെട്ടിട്ട് നാട് വിട്ടത്. പോയി ജോർദാൻ, ഇന്നത്തെ പലസ്തീൻ്റെ അടുത്ത് പേര് കേട്ട അവധിയാണ്. അവിടുത്തെ രാജാവ് ഇവരെ പറ്റി കേട്ടു. റാബിയനോട് ചെന്നിട്ട് അങ്ങോട്ട് വിവാഹബന്ധം നടത്തി. റാബിയെ സമ്മതിച്ചില്ല. നാട്ടുരാജാവ് പറഞ്ഞു, എനിക്ക് നിന്റെ ശരീരം വേണ്ട, അതിനു വേണ്ടിയല്ല കല്യാണം, നിന്റെ സേവനവും വേണ്ട. പക്ഷെ മരിച്ചു ചെന്നാൽ റാബിയന്റെ മാപ്പിള, റാബിയയുടെ ഭർത്താവ് എന്നുള്ള ഒരു വിലാസം എനിക്ക് ഉണ്ടാകുമല്ലോ, അതിനു വേണ്ടിയാണ്. അപ്പൊ റാബിയ പറഞ്ഞു, അത് നല്ല അഭിപ്രായം. എന്റെ ശരീരം, ലൈംഗികത നിങ്ങൾക്ക് താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ല. എന്റെ സേവനവും നിങ്ങൾക്ക് വേണ്ട, എനിക്കതിന് നേരമില്ല. നല്ലൊരു പ്രപ്പോസലാണ്. പക്ഷേ റാബിയയുടെ അടുത്തൊരു കിൻഡൽ ചോദ്യം.
ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? എന്റെ ശരീരം നിങ്ങൾക്ക് വേണ്ട, ഓക്കെ. എന്റെ സേവനവും നിങ്ങൾക്ക് വേണ്ട, ഓക്കെ. പക്ഷെ ഭാര്യക്ക് ഭർത്താവിനെ സ്നേഹിക്കൽ നിർബന്ധമല്ലേ? പറഞ്ഞ ഞാൻ മനസ്സ് തരണ്ട, നിങ്ങൾക്ക് ശരീരം വേണ്ട, ഓക്കെ, പക്ഷെ മനസ്സ് വേണ്ട. പൊന്നു കൊണ്ട് എഴുതേണ്ട വാക്കാണ് റാബിയ പറഞ്ഞത്. പണ്ട് മാഹിയിലെ പെൺകുട്ടികളെ കണ്ടപ്പോ ഒരു പാട്ടിലെങ്ങാനില്ലേ, ഹൃദയത്തിന്റെ തെക്ക് വടക്കേ മൂലയിലൊരു എന്തോ ബുദ്ധി, എന്റെ ഹൃദയത്തിന്റെ തെക്ക് വടക്കേ കിഴക്ക് പടിഞ്ഞാറേ മൂലകളിൽ ഒരിടത്തും അല്ലാഹുവല്ലാത്തൊരാലോചനയുടെ ഒരു മുട്ടു സൂചി കുത്താൻ പോലും പഴുതില്ലല്ലോ രാജാവേ. മാഫി കൽബി ബുത്തുൻ, എന്റെ ഹൃദയത്തിൽ ഒരു ഒഴിവുമില്ല. മിൻ അല്ലാ തുഹിബ്ബ മൗലാഹ, ആ ഹൃദയത്തിന്റെ ചക്രവർത്തിയായ അള്ളാഹുവിനെ അല്ലാതെ സ്നേഹിക്കാൻ. ഞാൻ നിങ്ങളെ എവിടെ കൊണ്ടുവന്ന് കുടിയിരുന്നു? ഇതാണ് പ്രശ്നം. നിങ്ങളെനിക്ക് ഇഷ്ടപ്പെട്ട, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒഴിവില്ല. എന്തൊരു മറുപടിയാണ്! ഇതൊന്നും കെട്ടുകഥയല്ല. നിങ്ങളെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ എന്റെ ഹൃദയത്തിൽ ഒഴിവില്ല. എനിക്ക് സമയമില്ല എന്നല്ല, എന്റെ ഹൃദയത്തിൽ ഒഴിവില്ല. രാജാവ് പോയി. 21-കാരിക്ക് സങ്കടം. ഇത് കുറച്ച് കൂടിപ്പോയോ? തികഞ്ഞ പുരുഷൻ, നല്ല ഭക്തൻ, അധികാരി, ഇതിനേക്കാളും നല്ലൊരു ആണിനെ എവിടെ നിന്ന് കിട്ടും? ആ ആള് വന്ന് പ്രപ്പോസൽ ചെയ്തപ്പോ കുറച്ച് കൂടിപ്പോയോ പറഞ്ഞത്? റാബിയ സ്വയം സമാധാനിക്കാൻ ചെന്ന് പാടിയതാണ് പിന്നത്. ഒച്ചത പാടാം. എനിക്ക് എന്റെ റബ്ബ് മതി. മാഫി കൽബി, ഇതാണ് രാജാവിന്റെ മറുപടി, രാജാവിനോടുള്ള മറുപടി. എന്റെ ഹൃദയത്തിൽ ഇല്ല മോനെ, അല്ലാഹു അല്ലാത്ത വേറെ ആരുമില്ല. ആ അല്ലാഹു ആരാണ്? നൂർ മുഹമ്മദിൻ സ്വല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു നമുക്ക് സ്വർഗ്ഗം തരട്ടെ. നമ്മൾ സഞ്ചരിച്ച അവിടെയാണ് എത്തേണ്ടത്. കുറച്ച് സമയം നമുക്ക് സ്വർഗത്തെ കുറിച്ച് കൂടി ആലോചിച്ചിട്ട് നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഓരോ സമയവും ദുആയാണ്. നമ്മൾ മനസ്സിലാക്കണം, ഓരോ സമയവും ദുആയാണ്. നമ്മളിൽ നിന്ന് മരണപ്പെട്ടവരിലേക്ക് അല്ലാഹു ഇതിന്റെ കൂലി എത്തിച്ചു കൊടുക്കട്ടെ. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാവരും ഓർമ്മിക്കും, ഞാൻ എന്റെ മനസ്സിലുള്ളവരെ ഓർമ്മിക്കാം. ഒരു ചെറിയ ഫാത്തിഹ, എന്നിട്ട് നമുക്ക് കുറച്ചുകൂടി പറഞ്ഞു പോകാം. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. നമ്മുടെ സ്വർഗ്ഗത്തിനാണ് ചോദിക്കുന്നത്. വാസ്തവത്തിൽ സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ അല്ലാഹുവാണ്, അല്ലേ? നോമ്പിനെ പറ്റി നമ്മളൊക്കെ കേട്ടൊരു ഹദീസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലവും ഞാൻ കൊടുക്കും, ഞാനാണ് അതിന്റെ പ്രതിഫലം. ചെറുശ്ശേരി ഉസ്താദിന്റെ ഒരു കഥ കൊണ്ട് കേട്ടിട്ടില്ല, അല്ലേ? നോമ്പെന്റേതാണ്, നോമ്പിന്റെ പ്രതിഫലവും ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞതിനെ പറ്റി ഓരോ തമാശ പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാംകാരി ആകെ 5. ഇസ്ലാംകാരി 5-ൽ ഒന്നാമത്തേതാണ്? ഒന്നാമത്തേത് തൗഹീദ്. കേരളത്തിൽ തൗഹീദ് ആര് കൊണ്ടുപോയി? കേരളത്തിൽ തൗഹീദ് ആരുടെ ഡിപ്പാർട്ട്മെന്റാ? ഞാൻ അരമണിക്കൂറിന് ഇൻഷാല്ലാ ഞാനങ്ങ് പോയി. നിങ്ങൾ എന്നെപ്പോഴുള്ള ഇങ്ങനെ ദേഷ്യം കുറിച്ചൊത്തിരിക്കുന്നു. ഇന്നത്തെ രാവഭാവ കബൂൽ ചെയ്യട്ടെ. തൗഹീദ് കേരളത്തിലുള്ള ചർച്ച സെലഫികൾ കൊണ്ടുപോയില്ലേ? നിങ്ങളെന്താ ഇങ്ങനെ വായി കൊടുത്തിരിക്കുന്നത്? തൗഹീദ്, അത് ഇത് പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം. ഇവിടെ കഥ കൊടുത്തിരിക്കുന്നു. ഓരോ ഡിപ്പാർട്ട്മെന്റ് അല്ലേ അത്? രണ്ടാമത്തെ ഇസ്ലാംകാരി. രണ്ടാമത്തെ നിസ്കാരം. നിസ്കാരം ആരുണ്ട്? അല്ല, നിസ്കാരം തബ്ലീഗ് ജമാഅത്താണ്. ഷോപ്പ് കയറിയിട്ടും ഓഫീസ് കയറിയിട്ടല്ലോ ഓരോ പണി. നിസ്കരിക്കണേ 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 നിസ്കരിക്കണേ. ഒരു മോശമല്ല പറയുന്നത്, ചിലതൊക്കെ മോശമാണ്, ചിലതൊക്കെ മോശമല്ല. പക്ഷെ ഇത് തമാശയല്ല, സീരിയസ് ആയിട്ട് എടുക്കണം.
മൂന്നാമത്തെ പിന്നെ സക്കാത്താണ്. സക്കാത്ത് പിന്നാലെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് മാധ്യമത്തിലേക്ക് വേണം, മീഡിയ വണ്ണിലേക്ക് വേണം, ഗുജറാത്തിലേക്ക് വേണം, പലസ്തീനിലേക്ക് വേണം, അവിടത്തേക്ക് വേണം, ഇവിടത്തേക്ക് വേണം. ആ ഡിപ്പാർട്ട്മെന്റ് ജമാഅത്താരും കൊണ്ടുപോയി. നാലാമത്താണ് നിൽക്കട്ടെ, അഞ്ചാമത്തെ ഹജ്ജാണ്. ഹജ്ജ് ആരും കൊണ്ടുപോയില്ല. നമ്മുടെ സുന്നികളെ മുറുക്കി പിടിച്ച് ഇന്നോല് വയ്ക്കുമ്പോ ചെയർമാൻഷിപ്പ് ഞാക്ക്, ഇന്നോല് വയ്ക്കും നിങ്ങളെടുത്തോളി, അതാ പോളിസി. ഇതെന്റെ വകയല്ലേ, എന്നെ കൊള്ള ഇങ്ങനെ നോക്കേണ്ടത്. ചെറുശ്ശേരിസ്ഥാന്റെ കഥയാണ്. അപ്പൊ നിസ്കാരം സലഫികള് കൊണ്ടല്ല, തൗഹീദ് സലഫികള് കൊണ്ടുപോയി, നിസ്കാരം തബ്ലീഗുകാര് കൊണ്ടുപോയി, സക്കാത്ത് ജമാഅത്തെ ഇസ്ലാമി കൊണ്ടുപോയി, ഹജ്ജ് സുന്നികള് നമ്മുടെ പേരെടുത്തു. പാവം നോമ്പ് സുന്നിയക്കും വേണ്ട, ജമാഅത്തിനും വേണ്ട, തബ്ലീഗിനും വേണ്ട, സലഫിക്കും വേണ്ട. അതിന്റെ ചെയർമാൻഷിപ്പ് ആർക്കും വേണ്ട. അതിന് അടിയില്ല, അതിന് LDF ഇല്ല, UDF ഇല്ല, മുഖ്യമന്ത്രി ഇല്ല, പെരുമാറില്ല, ഒന്നുമില്ല. അപ്പൊ അള്ളാഹ് പറഞ്ഞു, അസ്സൗലി, നോമ്പിന്റെ ചെയർമാന് ഞാനാണ്, അതിന്റെ കൺവീനറും ഞാനാണ്. കുറച്ച് മല്ലിയും മസാലന്റെ വകയിലുണ്ട്. അസ്ല് കഥ അദ്ദേഹം ചെറുശ്ശേരി ഉസ്താദിന്റെ. അള്ളാഹു അദ്ദേഹത്തോടൊപ്പം അവരോടൊക്കെ ഒപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിലാക്കട്ടെ. അവിടെ വലിയൊരു സംഗതി, അള്ളാഹുവുമായി നേരിട്ട് കണക്ഷൻ ഉണ്ടാവുന്ന സംഗതിയാണ് ഈ നോമ്പ്. അള്ളാഹു പ്രതിഫലമാവുക, നമ്മുടെ ദീനി പറഞ്ഞു, അള്ളാഹു തന്നെ പ്രതിഫലമാവുക. അത് ഇസ്ലാം പല സന്ദർഭങ്ങളിൽ പറയുന്ന ഒരു പോയിന്റ് ആണ്, ഒരു ഫിലോസഫിയാണ്. ഏതോ ഒരു യുദ്ധത്തിൽ ബഹ്റൈൻ, ഇന്നത്തെ ബഹ്റൈനല്ല, ബഹ്റൈനിൽ നിന്ന് 6 ലക്ഷം ദിർഹം വനീമത്ത് കിട്ടിയ സമയത്ത് ആ വനീമത്ത് അൻസാറുകൾക്കിടയിൽ, ആ വനീമത്ത് മുഹാജിറുകൾക്കിടയിൽ വീതം വെച്ചു. അപ്പോ അൻസാറുകൾക്ക് വലിയ സങ്കടം. ചില അൻസാറുകളൊക്കെ അതാണ് ഹദീസിലെ പറഞ്ഞത്. റസൂലുള്ളാഹിനെക്കുള്ള ഒരു ഇടങ്ങാറ് തോന്നി. ഈ ആളെല്ലാം കൂടി മക്കയെന്ന് വന്നിട്ട് മക്കക്കാർക്ക് ഉണ്ടാക്കാൻ വേണ്ടി നമ്മളെ ദുരുപയോഗം ചെയ്യുകയാണോ എന്ന് പോലും അൻസാറുകൾക്ക് തോന്നി. അപ്പൊ അവരടക്കം പറഞ്ഞു. അപ്പൊ ഒരാള് പോയിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നിങ്ങളെ പറ്റി, അങ്ങയെ പറ്റി ചെറിയൊരു അതൃപ്തി ഉണ്ട് മദീനക്കാർക്കിടയിൽ. നിങ്ങൾ കിട്ടിയ സ്വത്ത് മൊത്തം മക്കക്കാർക്ക് ഇങ്ങനെ കൊടുക്കുന്നേ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ഞാൻ പോരെ? സ്വത്തുമായി അവരവരുടെ നാട്ടിലേക്ക് പോകുമ്പോ അവരെ കൂടെയുള്ളത് ഈത്തപ്പന ചാക്കും ദിർഹമും ദീനാറും ഒക്കെയാണ്. പക്ഷെ നിങ്ങൾ മദീനയിലേക്ക് പോകുമ്പോ നിങ്ങൾ കൊണ്ടുപോകുന്നത് എന്നെയാണല്ലോ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അവര് കരഞ്ഞിട്ട് താടിയിലൂടെ അവരുടെ കണ്ണുനീരുറ്റി എന്ന് കാണാം. അവരോട് പറഞ്ഞു പോയല്ലോ, ഓൽക്ക് തിന്നാൻ മണ്ണാകുന്ന ഈത്തപ്പഴം, ഓൽക്ക് നായ മണത്തോക്കാത്ത ദീനാറും ദിർഹമും, അതും കൊണ്ട് ഓര വിട്ട് നമ്മൾ ആരെയും കൊണ്ട് തിരിച്ചു വരുന്നു? അല്ലാഹനെ കണ്ട് തിരിച്ചു വന്ന മുഹമ്മദ് റസൂലുള്ളാഹിയെ കൊണ്ട് തിരിച്ചു വരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹിയാകുന്ന ഞാനാണ് നിങ്ങൾക്കുള്ള സ്വത്ത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നോമ്പുകാരോട് അല്ലാഹു പറയുകയാണ്, നിങ്ങൾക്കുള്ള പ്രതിഫലം ഞാനാണ്. അതാണ് അതിന്റെ ഒരു ഫിലോസഫി. നിങ്ങൾക്കുള്ള പ്രതിഫലം നിങ്ങൾ എന്നെയും കൊണ്ടാണ് പോകുന്നത്. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്നെയാണ്. സ്വർഗം അതാണ്. സ്വർഗം എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിനെ കുറിച്ച് 2 വാക്ക് പറയാന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഈ നിരീശ്വരവാദികളും എക്സ് മുസ്ലിംസ് ഒക്കെ നിരന്തരം വിമർശിക്കുന്ന ഒരു സംഗതിയാണ്. നമ്മളിന്നും ചോദിച്ചു, സലക്കൽ ജന്ന അല്ലേ? ഉടലുടയാത്ത പെണ്ണുങ്ങളും പാലിനേക്കാൾ ഇവിടുത്തെ പാലിയ പാനീയവും തേനിനേക്കാൾ മധുരമുള്ള പാനീയവും 2 ദിവസം കുടിച്ചാല് മതിയാവൂലേ? മതിയാകാൻ സ്വർഗത്തിൽ നിന്നും മതിയാകൂല എന്നാണ് യുക്തി കൊണ്ട് പറഞ്ഞാൽ പിന്നെ നമുക്ക് വർത്താനില്ല. എന്നാലും ദുനിയാവിലെ ബോധം വെച്ച് ആലോചിച്ചോ. അവിടെ നമ്മളെ വിളിച്ച നമ്മളെ ദുബൈ മാള് കൊണ്ടുപോയി പാർപ്പിച്ചു. 4 ഭാഗത്ത് ഭയങ്കര ഫെസിലിറ്റീസ്, ഒരു രക്ഷയില്ല. കണ്ണു തുറന്നാൽ ദുബൈ ഒന്നിച്ച് കാണാം. അതിനേക്കാൾ വലിയ മാള് നമുക്ക് അറിഞ്ഞോളാം. അതിനേക്കാൾ വലിയ മാളിടേണ്ട ആടെ കൊണ്ടുപോയി പാർപ്പിച്ചത്. പുറലോകം നമ്മൾ കാണുന്നില്ല.
3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ മുതലാളിനോട് എന്ത് പറയൂലേ, സോറി നിങ്ങളുടെ മാളൊക്കെ വളരെ അടിപൊളിയാണ്, പക്ഷെ ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല, ഞങ്ങളെ നാട്ടിൽ പോയിട്ട് കൊടിഞ്ഞരിക്കഞ്ഞിയും ചമ്മന്തിയും തന്നെയാണ് കുടിക്കേണ്ടതെന്ന് പറയൂലേ. എന്തായാലും ആയിരിക്കുമാണത് 2 ദിവസമാണ്, 1 ദിവസമാണ്. ഇതിന് ഒരു സെൽഫി ഫോട്ടോ ഒക്കെ എടുത്തിട്ട് സ്റ്റാറ്റസ് വെക്കാൻ 1 ദിവസം ചിലപ്പോൾ ആവശ്യം ദുബൈമാണ്. 2ാമത്തെ ദിവസം ഈ മാളല്ല സ്വർഗം, അത് വേറെ ഇസ്ലാമിന്റെ പേരിൽ ആരൊക്കെ കൃത്രിമമായി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ അകപ്പെട്ട ഒരു വിനയാണ്. ആ സാധനം നമുക്കെന്തിനാ? അള്ളാഹുവിന്റെ അനുഗ്രഹപങ്കം കിട്ടുന്ന ആനുകൂല്യങ്ങളാണ് അതൊക്കെ. നമ്മൾ അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുമ്പോ ആ നീയത്തൊന്ന് മാറ്റിപ്പിടിക്കണം, അല്ലെങ്കിൽ ഭയങ്കര വൃത്തികേടാണ്. സ്വർഗം തരണമെന്നാണ് ഈ പറയുന്നത്. എന്താണ് നമുക്ക് വേണ്ടത്? തോട്ടം, 10 ഏക്കർ തോട്ടം, മുല കൂർത്ത് നിൽക്കുന്ന പെണ്ണുങ്ങളോ, പാലിനേക്കാൾ വെളുത്ത ജ്യൂസോ, തേനേക്കാൾ മധുരമുള്ള ലൈമോ, ഇതിനാണോ നട്ടപ്പാതിരൊക്കെ അള്ളാഹിനോട് ചോദിക്കുന്നത്? ഒരാളോട് പറയാൻ പറ്റുമോ? ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ ഖാലിദീന ഫീഹാ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു ദാലിക ലിമൻ ഖശിയ റബ്ബഹ. നമുക്ക് അതിലുണ്ട് കേട്ടോ, തോട്ടമുണ്ട്, ആണുണ്ട്, പെണ്ണുണ്ട്, ജ്യൂസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ജസാഉഹും ഇൻദ റബ്ബിഹിം. അള്ളാഹുവിന്റെ ഇന്ത്യത്താണ് മർമ്മം. ഒരു ദുആ ഖുർആൻ നമ്മുടെ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്ന കോടിക്കണക്കിന് ദുആകൾ, അതിൽ നിന്ന് ഒരു ദുആ മാത്രം അല്ലാഹു പ്രത്യേകം തെരഞ്ഞെടുത്തിട്ട് ലോകത്തിന് ഇത് മാതൃക പോലെ ഖുർആൻ പറയുന്നുണ്ടല്ലോ. ഏതാണ് ആയത്ത്? ഏതാണ് ആയത്ത്? ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة. അർശിലേക്ക് ഉയരുന്നവരോ അനുനിമിഷം ഉയർന്നു പോകുന്ന കോടിക്കണക്കിന് പ്രാർത്ഥനകൾ, അർത്ഥനകൾ, ആവശ്യങ്ങൾ, അതിൽ അല്ലാഹുവിന്റെ സ്ക്രീനിംഗ് ആണ്. കോടിയിൽ നിന്ന് ലക്ഷം, മുതൽ നിന്ന് 10,000, 1000, 100 ഏറ്റവും കൗതുകമുള്ള ഒരു ദുആ. നമ്മുടെ പറയല്ലോ, സിനിമയിലെടുത്തുള്ളൂ ഫേസ്ബുക്ക് പോസ്റ്റ്, നമ്മളുടെ പോസ്റ്റ് മനോരമ ന്യൂസാക്കുമ്പോൾ പറയുന്ന കമന്റ് ആണ്, മോനെ സിനിമയിലെടുത്തു. ഒരു ദുആ അല്ലാഹുവിന്റെ ഖുർആനിലെടുത്ത ദുആ. ഒരുപാട് പെണ്ണുങ്ങന്മാരുടെ കോടിക്കണക്കിന് ദുആ ആണുങ്ങളുടെ ദ്വാരക്കലുണ്ട് അല്ലേ? ആണുങ്ങന്മാരുടെ ദ്വാരക്കലുണ്ട്, നമ്മുടെ ദ്വാരക്കലുണ്ട്. ഒറ്റക്ക് പള്ളിയിൽ ഉസ്താദ് ഇങ്ങനെ റബ്ബന ആത്തിന എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്തിനാ, എന്ത് ആവശ്യത്തിനാ അല്ലേ? റബ്ബന ആത്തിന ഫിദ് ദുനിയ ഹസന. അപ്പൊ നമ്മുടെ ഒരു ഭാരം റബ്ബന എന്തിനാ, എന്ത് ആവശ്യത്തിനാ, എപ്പോഴായിട്ട് തീരുക, അതാണ് നമ്മുടെ മനസ്സ്. പിന്നെയും ദ്വാരക്ക പെണ്ണുങ്ങന്മാരാണ്. പെണ്ണുങ്ങന്മാർക്ക് പിന്നെ ഒരു സ്വകാര്യത ജാസ്തിയാണ്. നന്നാക്കുമ്പോൾ വളരെ നന്നാക്കും, വടക്കാക്കുമ്പോൾ വളരെ നന്നാക്കും. 2 എൻഡാണ് പെണ്ണുങ്ങന്മാർ. നമ്മുടെ പിന്നെ ഒരു മധ്യവർഗമാണ്, സമദൂര സിദ്ധാന്നൊക്കെ പറയുന്നു. ഒരു പോസിലാണ് നിൽക്കും. പള്ളിയിൽ പോകുമ്പോൾ ഒരു നമ്മളെ നന്നാക്കട്ടെ, ഞാൻ ചിലപ്പം പറഞ്ഞല്ല. ഒരു ദുആ അല്ലാഹു സെലക്ട് ചെയ്ത് വിശ്വാസികൾക്ക് റോൾ മോഡലായി അല്ലാഹു സ്ഥാപിച്ചിരിക്കുന്നു ഫിർഔന്റെ പത്നി ആസിയയെ. കാരണം അവർ പ്രാർത്ഥിച്ച സന്ദർഭം ശ്രദ്ധേയമത്രേ. എന്താണ് പ്രാർത്ഥിച്ചത്? റബ്ബി എന്റെ നാഥ, ഇബ്നിലി എനിക്ക് നീ കെട്ടിത്തായോ, ബൈത്തൻ ഒരു പുര, എന്തൊക്കെ നിന്റെ അരികെ, ഫിൽ ജന്ന അവിടെ തോട്ടത്തിൽ. എന്തൊരു ബുദ്ധിയുള്ള വർത്താനാണ്. ലാൻഡ്മാർക്ക് എന്താ ആസിയ പറഞ്ഞെന്നുള്ളടത്താണ് വിഷയം. ലാൻഡ്മാർക്ക് പറയൂലേ, താഴക്കോട് പള്ളിന്റെ അടുത്ത് തന്നെയാണ് എന്റെ പുര, അത് നല്ല ലാൻഡ്മാർക്കാണ്. അല്ലെ സ്കൂളിന്റെ അടുത്ത് തന്നെയാണ് ഓഫീസ്, നല്ല ലാൻഡ്മാർക്ക് അല്ലേ? പറയുമ്പോൾ എളുപ്പമുണ്ടല്ലോ. അല്ലെങ്കിൽ NH-ന്റെ സൈഡിൽ തന്നെയാണ് 50 സെന്റ് സ്ഥലം. അതൊക്കെയാണ് എനിക്കൊരാഗ്രഹമുണ്ട്. പള്ളിന്റെ അടുത്തൊരു 10 സെന്റും വേണം, ഒരു സൗകര്യമുള്ള വീടും വേണം. ലാൻഡ്മാർക്ക് പ്രധാനമാണ്. ആസിയ ബീവി ലാൻഡ്മാർക്കായി കൊണ്ടുവന്നത് വളരെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. എനിക്കൊരു പുര വേണം. ആസിയ ബീവി പറഞ്ഞെന്താ അറിയോ? മലയാളത്തിലേക്ക് വെറുതെ നാടകീയമായി എന്തിനു പറയുന്നു, മലയാളത്തിൽ പറഞ്ഞാൽ
എനിക്ക് റബ്ബേ 10 സെന്റ് സ്ഥലവും ഒരു പുരയും വേണം, പക്ഷേ ആ പുര നിന്റെ അടുക്കലിരിക്കണം. അത് അള്ളാഹുവിന് പെരുത്തി ഇഷ്ടായി. എന്നിട്ട് ആ ദുആനെ അള്ളാഹു പിക്ക് ചെയ്തു. എന്നിട്ട് ജിബ്രീലിന് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു. എന്നിട്ട് ഖുർആനിൽ വന്നു, അന്ത്യനാൾ വരെ നമ്മൾ ഇങ്ങനെ ഓതണം. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക്, നിന്റെ അടുത്ത് 10 സെന്റും പോരെ. നമ്മുടെ ഓതുന്നതാണത്. നിന്റെ അടുത്ത് 10 സെന്റ് സ്ഥലവും പോരെ, നിന്റെ അടുത്ത് 10 സെന്റ് സ്ഥലവും പോരെ, നിന്റെ അടുത്ത് 10 സെന്റ് സ്ഥലവും പോരെ. ഇതാണ് ദിക്ർ. ഇതാണ് ഈ ആയത്തിൽ പറയുന്നത്. നിന്റെ അടുത്തൊരു പോര, നിന്റെ അടുത്തൊരു പോര, നിന്റെ അടുത്തൊരു പോര. അല്ലാണ്ട് എന്ത് വേണ്ട, ഒരു പൊര വരെയായിട്ട് വേണ്ട. ഇതാണ് സ്വർഗം. നിന്റെ അടുത്ത് പൊര കിട്ടിയാൽ പിന്നെയോ ജസാഉഹും ഇൻദ റബ്ബിഹിം, പൊര കിട്ടിയാൽ പിന്നെയോ. ബാക്കി പറയുന്ന സംഗതികൾ വളരെ പ്രസക്തമാണ്. ഞാൻ ഇതിനെ ചെറുതാക്കിയതല്ല. അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചെറുതാക്കിയതല്ല. ഒന്നിനെ വലുതാക്കുമ്പോൾ മറ്റത് ഇളാഫിയായി എന്തായാലും ചെറുതാവുമല്ലോ. അത്രേ എല്ലാം തന്നെ. അതിനുശേഷം പറയുന്ന ആ 4 കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചോ. നിരീശ്വരവാദികളും എക്സ് മുസ്ലിംസും ഖുർആൻ വിമർശകരും ഒരു ഭാഗത്തുണ്ടല്ലോ. ഇനി ഇത് തന്നെയാണെന്ന് പറഞ്ഞാലും ഖുർആൻ ബേസ് മാർക്കരുത്. അള്ളാഹു ഒപ്പം ഉണ്ടാവുക എന്നുള്ളതാണ് അടിസ്ഥാന. അള്ളാഹു ഒപ്പം ഉണ്ടാകുമ്പോൾ കിട്ടുന്ന ഓഫറുകളാണ്, അനിവാര്യതകളാണ് ബാക്കി പറഞ്ഞ സകലത്. ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമ ഭംഗി അവിടെ ഉണ്ടാകും. താഴ്വാരങ്ങൾ ഉണ്ടാകും. മാമലകൾ പച്ചപ്പട്ടുടുത്ത ഹരഭരിത ഹരിതഗിരികളും വയലേലകളും കളപൂജനങ്ങളും ദളദളാരവങ്ങളും അവിടെ ഉണ്ടാകും. പക്ഷെ അത് അടിസ്ഥാനമാണ്. 1400 കൊല്ലം മുമ്പ് മനുഷ്യന്റെ വിനോദ സങ്കല്പത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞ ആ വാക്ക് 2026 പ്രസക്തമാണെന്ന് കൂടി ചിന്തിക്കണം. ഖുർആനുമായി അള്ളാഹുവിന്റെ റസൂലും ഇന്ത്യ കാലമേതാ? പ്രസ്തബ്ധം CE 609 അല്ലേ? CE 609. ഇതുപോലെ റമദാൻ 27 സ്റ്റാർട്ട് ചെയ്തത്. ഓഗസ്റ്റ് 25 അള്ളാഹുവാലും കണക്ക് നോക്കുമ്പോൾ അങ്ങനെയൊക്കെ കാണാം. മുതൽ 2632 ജൂൺ 8 വരെ അല്ലെ, റബീഉൽ അവ്വൽ 12 തിങ്കൾ വരെ ആ ടേമിലാണ് ഭൂമിയിലുള്ള മനുഷ്യരോട് ഖുർആൻ പഠിച്ചിട്ട് സംസാരിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി. അന്ന് പറഞ്ഞ വാക്കാണ് ഏത്? അടിഭാഗത്തോടെ അരുവികൾ ഒഴുകുന്ന ആരാമ ഭംഗിയും. പക്ഷെ ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, എല്ലാം ഒറ്റ ഡിസൈനർ ആയതുകൊണ്ട് എല്ലാത്തിലും ഒരു ചേർപ്പുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ 1400 കൊല്ലം കഴിയുമ്പോഴും മനുഷ്യന്റെ ബേസിക് വിനോദ സങ്കല്പം ഇത് തന്നെയാണ്. കാടും വെള്ളവും, ജന്നാത്ത് തോട്ടം, കാടും പുഴയും. ലോകത്ത് ഇന്നത്തെ ടൂറിസം കാടും പുഴയും അല്ലാതെ എന്താ? തോട്ടവും വെള്ളവും അല്ലാതെ എന്താ? ഒന്നുകിൽ 6 അല്ലെ 7 ശമ്പളം വാങ്ങുന്ന ആൾക്കാര് എങ്ങോട്ടൊക്കെ ടൂർ പോവുക? ലോക്കൽ ഇടുക്കിയിലേക്ക്, മൂന്നാറിലേക്ക് പോകും, അല്ലെ വയനാട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ തമിഴ്നാട്ട് ഊട്ടിയിലേക്ക് പോകും, മൈസൂറിലേക്ക് പോകും, ഇവിടെ ഗവിയിൽ പോകും. അവിടെ എന്താ ഉള്ളത്? കാട്, ജന്നാത്ത്. അല്ലെങ്കിൽ 8 9 ആണെങ്കിൽ എങ്ങോട്ടൊക്കെ പോകും? ബൊളീവിയയിലേക്ക് പോകും അല്ലേ? ഇപ്പൊ ചാട്ടയില്ലേ, കാട്ടിലേക്ക് ഇങ്ങനെ ചാടുന്ന എന്ത് ജമ്പ്? ആ ജമ്പിന്റെ കേന്ദ്രം ഇല്ല ബൊളീവിയ ഭാഗത്ത്, ഗോട്ടിമാല. അവിടെയൊക്കെയാണ് ഈ കാട്ടിലേക്ക് തുള്ളുന്ന സാധനത്തിന്റെ ഏറ്റവും വലിയ ലോകങ്ങൾ. അവിടെയും കാണാം. ഇപ്പൊ 10 ശമ്പളം വാങ്ങുന്നവനിക്ക് ഗോട്ടിമാല ഉണ്ട്, 7 ശമ്പളം വാങ്ങുന്നവനിക്ക് ഇടുക്കിയും വയനാടുണ്ട്. എന്താ കിട്ടുക? പോയാൽ കാട്. വേറെ ടൂറിസം പൊട്ടൻഷ്യൽ പോയിന്റിൽ മാത്രം നൂലിട്ടിട്ട്, ചിലപ്പോൾ അവിടെ നൂലിടൂല. സമുദ്ര തീരങ്ങളിൽ ഉണക്കമീൻ വെച്ചതുപോലെ മലർന്ന് കിടക്കുന്നു. എൻജോയ്മെന്റ്. അതെവിടെ കിടക്കുക? സീഷോർസ്. കോണിഷിൽ പോയിട്ട് മലർന്ന് കിടക്കുക. ആകാശം പോണ ഭൂമി താങ്ങട്ടെ, ഒറ്റ കിടത്താൻ. ഞാൻ അതിനെ കുഴപ്പം പറഞ്ഞില്ല. 1400 കൊല്ലം മുമ്പ് മനുഷ്യനെ മതിച്ച, ആകർഷിച്ച ആ വിനോദ സങ്കല്പം തന്നെയാണ് ഇന്നും.
അത് വലിയ അത്ഭുതം എന്താണെന്നറിയോ? ഞാൻ എന്റേതായ ചെറിയൊരു പരിധിയിൽ ചെക്ക് ചെയ്തതാണ്. ലോകത്തെ എല്ലാ എയർപോർട്ടുകളിലും വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യുന്ന ബോർഡിലുള്ളത് ആ രാഷ്ട്രത്തിലുള്ള ജന്നാത്താണ്. ഞാൻ അടിച്ചു നോക്കിയതാണ്, വേറെ ആളെ കേട്ടതല്ല, സെക്രട്ടറി സ്രോതസ്സല്ല. മരുഭൂമിയുള്ള രാജ്യം സഹാറ, കാനഡയിലേക്ക് പോകുന്നുണ്ട്. ടൊറന്റോ ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങുകയാണ്. എന്നാലും ഉണ്ടാവും നമ്മുടെ വെൽക്കം ചെയ്യുന്ന ബോർഡിൽ കാനഡയിലുള്ള പൂന്തോട്ടങ്ങളാണ് കാണിക്കുക. സൗത്ത് ആഫ്രിക്കയിൽ ജോഹന്നസ്ബർഗിൽ, ടർബണിൽ, കേപ്പ് ടൗണിൽ നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങി. അപ്പോഴുണ്ടാവും കേപ്പ് ടൗൺ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നമ്മളെ വെൽക്കം ചെയ്യുന്ന ബോർഡിൽ ഉണ്ടാകും സൗത്ത് ആഫ്രിക്കയുടെ കാർഡുകളുണ്ടാകും. ഒമാനിൽ ഇറങ്ങി, മസ്കറ്റിൽ ഇറങ്ങി, നടന്നു പോകുമ്പോണ്ടാവും ആ എസ്കലേറ്ററിലൊക്കെ താഴുമ്പോണ്ടാകും തൊട്ട് മുമ്പിൽ 2 ഒമാനി അറബികൾ, കുറച്ച് ഒമാനി കുട്ടികളും പെണ്ണുങ്ങളും ഉണ്ടാവും. കുറച്ച് ഷോപ്പിംഗ് ബാഗുമായിട്ട് വരുന്നുണ്ടാവും. ഒരു ഫ്ലക്സിൽ അവിടെ ഉണ്ടാവും ഒമാനിലുള്ള പൂന്തോട്ടം ഉണ്ടാവും. ഇവിടെ കോഴിക്കോട് കരിപ്പൂരിൽ ഒരു അറബി വന്നിറങ്ങുന്ന ആ എക്സ്ചേഞ്ച് ചെയ്യുന്ന കോണി ചെയ്യുന്ന അവിടെ ഉണ്ടാകും. ഇവിടെയുള്ള ആലപ്പുഴ, അതേപോലെ വയനാട്, മൂന്നാർ, അതൊക്കെ അവിടെ കൊടുക്കുന്നുണ്ടാവും. ഏത് രാജ്യത്തിന്? കാരണം പച്ചപ്പ് ബേസിക് മനുഷ്യന്റെ വിനോദ സങ്കല്പമാണ് ഈ ജന്നാത്ത്. അതിനെതിരെ ഞാൻ ചോട്ടാക്കുന്നു. ഇവിടുന്ന് വലിയൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹുവാണ് ബേസിക്കലി സ്വർഗം. എന്നാൽ സെക്കൻഡ്, ആ സ്വർഗം ഒരു മാൾ കൾച്ചർ അല്ല, ഒരു സിവിലൈസേഷൻ ആണ്, ഒരു നാഗരികതയാണ്. എന്തുകൊണ്ട്? എന്റെ വകയൊന്നുമല്ല, പണ്ഡിതന്മാര് പറയുന്നത് ഞാൻ പറയുന്നത് മാത്രം. ലോകത്തിന്നോളം ഉണ്ടായ എല്ലാ സംസ്കാരങ്ങളും നദീതീരങ്ങളും. വെള്ളമില്ലാതെ നാഗരികത ഉണ്ടാവില്ല. മോഹൻജദാരോ എടുത്തു, ഹാരപ്പ എടുത്തു, ബാബിലോണിയ എടുത്തു, മെസപ്പൊട്ടോമിയ എടുത്തു, ഈജിപ്ഷ്യൻ എടുത്തു, ചൈനീസ് എടുത്തു, മായൻ എടുത്തു. എല്ലാ സിവിലൈസേഷനും നദീതട സംസ്കാരമോ സമുദ്രതീര സംസ്കാരമോ ആണ്. കാരണം എങ്കിലേ കൾട്ടിവേഷൻ നടക്കൂ, കൃഷി ഉണ്ടാകും. അപ്പൊ 4 ദിവസം പാർക്കാൻ പോകുന്ന പുരയോ മാളോ അല്ല സ്വർഗം. കൃഷിയുള്ള, കച്ചവടമുള്ള, തോട്ടമുള്ള, ആൾക്കൂട്ടമുള്ള, ജനകീയതയുള്ള, ആവശ്യങ്ങളുള്ള സാധാ ജീവിതത്തിന്റെ കുറ്റമറ്റ പരിച്ഛേദമാണ് സ്വർഗം. സ്വർഗത്തിൽ കൃഷി ഉണ്ടാവില്ലേ? താഴെക്കോട് അങ്ങാടി കിട്ടുന്ന നമ്മുടെ കേരളത്തിലുള്ള 2 സാധനമല്ലേ സ്വർഗത്തിൽ കിട്ടുക? അല്ലേ ഖുർആൻ മനസ്സിലാവുന്നത്? നേന്ത്രപ്പഴവും കേരളത്തിന്റെ മണ്ണിൽ ജന്യനായി വിളയുന്ന 2 സാധനമാണ് സ്വർഗത്തിലുള്ളത്. ഒരു കിസ്സാണ്. ഒന്ന് നേന്ത്രപ്പഴമാണ്, മറ്റൊന്ന് ഇഞ്ചിയാണ്. ബാക്കിയെല്ലാം ഗൾഫിലുള്ള സാധനമാണ്. ഖുർആനിൽ നേന്ത്രപ്പഴം എന്നുള്ള വാക്ക് ഇവിടെ കണ്ടുപിടിച്ചാൽ അതിപ്പം തരുവാൻ ഏതാണ് ആ വാക്ക്? എങ്കിൽ അത് പറഞ്ഞാൽ സാമാന്യരല്ല അല്ലേ? സൂറത്തുൽ വാഖിയാണ്. ഏതാണ് ആ വാക്ക്? ഒരു വാക്ക് പറഞ്ഞല്ലോ, ഒരു ഇതുണ്ടല്ലോ, ഒരഭിപ്രായം പഴുത്ത നേന്ത്രക്കായ സ്വർഗത്തിലുള്ള ഫ്രൂട്ട്സ് ആണ്, അതവിടെ കിട്ടും. മറ്റൊരു സാധനം പറഞ്ഞത് ഇഞ്ചി ഫ്ലേവർ ജ്യൂസ്. ഈ 2 സാധനമാണ് മലയാളി ടച്ച്. മുന്തിരി ആപ്പിളൊന്നും പിന്നെ നമുക്കുള്ളതല്ല, ഉണ്ടാക്കിയാലും ചിലപ്പോൾ ഉണ്ടാവില്ല. മുള്ളുള്ളതും മുള്ളില്ലാത്തതും, സീസൺ ബാധിക്കാത്തതും നിൽക്കാത്തതും നിലക്കാത്തതുമായി തുടരെ വരുന്ന പഴങ്ങളും ചോലകളും സ്വർഗത്തിലുണ്ട്. ഇഞ്ചി ജ്യൂസ് കുടിക്കാനാണോ മെനക്കെട്ടിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന എന്ന് ചോദിച്ചാൽ അല്ല, മറിച്ച് ആരെ കിട്ടാനാണ്? അള്ളാനെ കിട്ടാനാണ്. അള്ളാനെ കിട്ടുമ്പോ വെയിറ്റ് ചെയ്യുമ്പോ മുഷിയൂല, അപ്പൊ കുടിക്കുന്ന സാധനമാണ് ഇഞ്ചി ജ്യൂസ്. സ്വർഗത്തിലെ പദവി കൂട്ടണേ എന്ന് പറയുന്നുണ്ടല്ലോ. എന്താണ് ഈ പദവി കൂടുക എന്ന് പറഞ്ഞാൽ? സാധാരണക്കാരനക്ക് ആൾട്ടോയും പദവി കൂടി എനിക്ക് റോൾസ് റോയ്സും കാർ കിട്ടുന്നാണോ? അല്ല, അതല്ല സ്വർഗത്തിലെ ദർജ കൂടെ. അല്ലാഹുവിന്റെ നിക്കാഹിന്റെ ഗ്യാപ്പ് കുറയുക എന്നുള്ളതാണ് ദർജ കൂടുക എന്നതിന്റെ മാന എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമീദ് അൽ ഗസ്സാലി റഹിമഹുല്ലാഹ്. എല്ലാത്തിലും D+ഉം
C++ ആയിട്ട് ജസ്റ്റ് പാസുമായിട്ട് സ്വർഗത്തിലേക്ക് പോയാൽ അള്ളാന്റെ നിക്കാഹ് എപ്പോഴെങ്കിലും കിട്ടുള്ളൂ. എന്നാലും വെയിറ്റ് മെറിറ്റ് കയറിയ ആളോ ഇൻ സഅൽതുമുൽ ജന്നത ഫസ്അലൂൽ ഫിർദൗസിൽ അലാ ഫഇന്നഹാ സഖഫു അർശിർ റഹ്മാൻ. മുഹമ്മദ് റസൂലുള്ളാഹി. നിങ്ങൾ സ്വർഗ്ഗത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ ജന്നാത്തുൽ ഫിർദൗസിന് വേണ്ടി ചോദിക്കണം. കാരണം ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അർശിന്റെ മച്ചാണ്, റൂഫാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാൽക്കണിയാണ്, സ്വർഗ്ഗതയാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ബാക്കി സൗകര്യങ്ങളൊക്കെ എന്റർടൈൻമെന്റ് ആണ്. ദർജ കൂടുന്നതിന്റെ മാനം ഇക്കാതെ അള്ളാനെ എപ്പോഴും അനുഭവിക്കുക, റസൂലുള്ളാഹിന്റെ മുറാഫഖത്ത് എപ്പോഴും അനുഭവിക്കുക എന്നുള്ളതാണ്. അതങ്ങ് മുറിഞ്ഞു പോയാലും ഒറ്റൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഷോട്ടാക്കാം. നമ്മുടെ നാട്ടിലെ നേതാവ് താഴക്കോട്ടുള്ള ഒരു ജനകീയ പൗരപ്രധാനി ഇപ്പൊ താഴക്കോടിന്റെ നേതാവാണ്. അയാൾ മലപ്പുറം ജില്ലാ നേതാവായി, കുറച്ച് കഴിഞ്ഞ് അയാൾ സ്റ്റേറ്റ് നേതാവായി, പിന്നെ അയാൾ ദേശീയ നേതാവായി എന്ന് കുട്ടിക്കും. അപ്പൊ ആ വ്യക്തിയുടെ വീട്ടിലുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു ദേശീയ നേതാവ് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നേതാവൊക്കെ ആവുമ്പോ എന്ത് ചെയ്യും? ഒന്ന് ഡെക്കറേറ്റ്, പിന്നെന്താ മുറ്റം ഒന്ന് വലുതാകും. ഇപ്പൊ ഒരു കാറിനൊന്ന് വട്ടം വിട്ട് കറക്കിയാൽ മതി. പക്ഷെ ഇനി എല്ലാ ഭാഗത്തും കാറുകൾ വരും, അപ്പോ പ്രയാസപ്പെടരുത്. അപ്പൊ മുറ്റമൊക്കെ ഒന്ന് വലുതാക്കും. പിന്നെന്താ ഉണ്ടാക്കുക? പിന്നെ ഇയാൾ എപ്പോഴും വീട്ടിലുണ്ടാവില്ലായിരുന്നു. നാട്ടിലായിരിക്കും, ഡൽഹിയിലായിരിക്കും, മലേഷ്യയിലായിരിക്കും, കോയമ്പത്തൂരായിരിക്കും. അപ്പോ വിസിറ്റേഴ്സ് വരുമ്പോ മുഷിയാൻ പാടില്ല. അപ്പൊ അവർക്ക് കട്ടൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും സ്നാക്സോ അവിടെ എപ്പോഴും ലഭ്യമായിരിക്കും. പിന്നെ എന്താ, ഇന്റർനാഷണൽ ഫിഗേഴ്സ് ഒക്കെ വരും. അപ്പൊ നമ്മളുടെ ഈ മലപ്പുറത്തെ ഈ ഉണക്കക്കായ മിച്ചറും മാത്രം പോരാ. അപ്പൊ എന്താക്കേണ്ടി വരും? അവിടെ കുറച്ച് എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ഒരു പാർക്കും, ഒരു അക്വേറിയവും, ഒരു ഗാർഡനും, കുറച്ചൊരു ബേർഡ് സാങ്ച്വറി ഒക്കെ അവിടെ വെക്കും. ഇതിനറിയാം, ഇതൊരു ടച്ച് കൊടുക്കുന്നതാണ്. ഇവിടെ വരുന്നവർക്ക് മുഷിയാൻ പാടില്ല. അള്ളാനെയും റസൂലിനെയും കാണാൻ അപ്പോയിന്റ്മെന്റ് കിട്ടിയവർക്ക് അവരുടെ അപ്പോയിന്റ്മെന്റിന്റെ ഇടയിലുള്ള ഫസ്റ്റ് ഇടവേള ആനന്ദകരമാക്കാനാണ് സ്വർഗത്തിലുള്ള ഉടലുടയാത്ത പെണ്ണുങ്ങളും ലക്ഷണമൊത്ത പുരുഷന്മാരും അവിടെയുള്ള ഈ അരുവിയും ഈ തോട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനെ ഉപയോഗിക്കൽ നിർബന്ധമേ അല്ല. ചിലപ്പോൾ നമ്മൾ തൊടൂല, അതിന് ഉപയോഗിക്കൽ ഫർളല്ല. അങ്ങനെ ഒരു താല്പര്യമില്ലാത്തവരും സ്വർഗത്തിലുണ്ടാകും എന്ന് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹമദ് അൽ ഗസാലി. ഇവിടെ എന്താണ് ഈ നിരീശ്വരവാദികൾ ഖുർആൻ വിമർശകർ പറയുന്നത്? ചിലപ്പോൾ നമുക്കത് വേണ്ടായി, നമുക്ക് വേണ്ടത് അല്ലാഹു മാത്രമാണ്. പക്ഷെ എന്റെ ടൈമിനെ വേണ്ടി വരും. അതിന്റെ ഉദാഹരണം പറഞ്ഞത് അല്ലാഹുവിനെ അനുഭവിച്ചു കൊണ്ടിരിക്കെ ആ അനുഭവം മുറിഞ്ഞു പോയാൽ ഈ ഹിക്കമിന്റെ വിശദീകരണം ഉദ്ധരിക്കുന്ന ഹദീസ് ഇങ്ങനെയാണ്. അതിന്റെ അവസാന ഭാഗം സ്വർഗത്തിൽ അല്ലാഹുവിനെ അനുഭവിച്ചു കൊണ്ടിരിക്കവേ നമ്മൾ യൂട്യൂബിൽ വീഡിയോ കണ്ടിരിക്കൊണ്ടിരിക്കുക, അല്ലെ IPL എന്താ പേര്, ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുമ്പോ നെറ്റങ്ങ് തീർന്നു കൂടി ഫോണങ്ങ് ഓഫായി, അപ്പൊ ഉണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഇല്ലേ, അത് ഫീൽ ചെയ്യുന്ന എനിക്ക് ഈ പറയുന്ന ഹദീസ് മനസ്സിലായി. ഏറ്റവും ചുരുങ്ങിയ അള്ളാഹനെ അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നതാണ്. അള്ളാഹുവിനെ കാണുക, തിരുമുൾ കാഴ്ചയുടെ ആ അനവദ്യ സൗന്ദര്യത്തിന്റെ ആ മനോഹാരിതയിൽ നിന്ന്, ആ അനുഭവ തലത്തിൽ നിന്ന് ഒരു മറവന്ന് വീണ് അലോസരം സൃഷ്ടിക്കപ്പെട്ടാൽ സ്വർഗാവകാശികൾ അള്ളാഹുവിനോട് കേണ് പ്രാർത്ഥിക്കും, ഞങ്ങളെ ഈ സ്വർഗത്തിൽ നിന്ന് ഒന്ന് പുറത്തെത്തിക്കണമേ. ഏതുപോലെ തീയിൽ കത്തിക്കൊണ്ടിരിക്കുന്ന നരകാവകാശികൾ അള്ളാഹുവിനോട് പറയുന്നത് പോലെ ഞങ്ങളെ ഈ നരകത്തിൽ നിന്ന് ഒന്ന് കരകയറ്റി തരണമേ.
ഞങ്ങൾക്ക് ഈ സ്വർഗം വേണ്ട, ഞങ്ങളെ ഈ ദുബൈ മാളിൽ നിന്ന് ഒന്ന് പുറത്ത് കടക്ക്, ഇവിടെ റേഞ്ച് ഇല്ല, നെറ്റ്വർക്ക് ഓൺ ആവുന്നില്ല, ഗ്രീൻ സിഗ്നൽ കിട്ടുന്നില്ല, ഞങ്ങളെ ഈ സ്വർഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്ത എന്ന് അള്ളാഹുവിനോട് പറയും. ഞങ്ങളെ നരകത്തിലിട്ടാലും കുഴപ്പമില്ല, ഞങ്ങൾക്ക് നിന്നെ കണ്ടാൽ മതി എന്ന് സ്വർഗാവകാശികൾ പറയും എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂഫികൾ പറയുന്ന സ്വർഗാവകാശം. എന്നാൽ ഞാൻ ഉദാഹരിച്ചു എന്ന് മാത്രം, ഞാൻ ഷോർട്ടാക്കാം. ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാത്തു അദ്നിൻ തജ്രി മിൻ തഹ്തിഹാ അൽ-അൻഹാർ. ആ വാക്കിന്റെ ഇന്നത്തെയും ഒരു സോഷ്യൽ റെലവൻസിയാണ് സൈഡ്. ഒന്നും പറയാം, ഞാൻ ഷോർട്ടാക്കാം. രണ്ടാമത്തെ ഭാഗം എന്താണ്? രണ്ടാമത്തെ ഭാഗം അരുവികളുണ്ട്, അടിഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന ആരാമ ഭംഗിയുണ്ട് അവിടെ. പിന്നെയോ ഖാലിദീന ഫീഹാ. ഓരോ വാക്കിന്റെയും ഒരു പൊളിറ്റിക്കൽ റെലവൻസോ, സ്വർഗത്തിലെ പൊളിറ്റിക്സ് ആണ് ആ വാക്ക്, സ്വർഗത്തിലെ രാഷ്ട്രീയ സ്റ്റേറ്റ്മെന്റ് ആണ്, വിശുദ്ധ ഖുർആനിലുള്ള രാഷ്ട്രീയ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഖാലിദീന ഫീഹാ. എന്തുകൊണ്ട്? നിങ്ങൾക്ക് സ്വർഗത്തിൽ വോട്ടവകാശവും ആധാർ കാർഡും പാൻ കാർഡും റേഷൻ കാർഡും നാഷണാലിറ്റിയും ഉണ്ടാകും എന്നാണ് ഖുർആൻ പറയുന്നത്. വലിയൊരു മാനസികമായ ആശങ്കയുടെ ഒരു മറുപടിയാണ് ഖാലിദീന ഫീഹാ എന്നുള്ള വാക്ക്. നമുക്ക് ഗൾഫിൽ 100 കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഖത്തറിൽ, ദുബൈയിൽ വലിയ മുതലാളിയാണ് അല്ലെ. ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ പോകുന്ന ആളും ഗൾഫിൽ വലിയ വണ്ടിയില്ല പോകുള്ളൂ, വലിയ രാജകീയ റോയൽ ലൈഫാണ്. പക്ഷെ ഒരു സമാധാനം ഇല്ല. എന്താ അറിയോ? നാളെ രാത്രി തീരുമാനം വന്നിട്ട് പോകണം എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് രാവിലെ നമ്മൾ കാർബോർഡ് പെട്ടിയും കെട്ടി കോഴിക്കോട് ഇറങ്ങേണ്ടി വരും. എന്തുകൊണ്ട്? നമുക്ക് ഇവിടുത്തെ പൗരത്വമില്ല. പൗരത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അച്ചായന്മാര് മുഴുവനും ഞാൻ നേരത്തെ പറഞ്ഞ കാനഡയിലേക്കാണ് പോകുന്നത്. നമ്മളാണ് ഇപ്പോഴും GCC, അവർ കുറച്ചുകൂടി മേലെ പിടിച്ചു. കാരണം 5 കൊല്ലം അവിടെ പാർത്താൽ പൗരത്വം കിട്ടും, വേറെ തന്നെ രാജ്യങ്ങൾ പൗരത്വം കൊടുക്കും. പൗരത്വം പരമപ്രധാനപ്പെട്ടതാണ്. സ്വർഗത്തിലേക്ക് നമ്മൾ പോകുന്നത് അതിഥികളായിട്ടോ അഭയാർത്ഥികളായിട്ടോ അല്ല. അതിഥികളായിട്ട് അള്ളാന്റെ അതിഥികൾ. മക്കത്ത് നമ്മൾ പോകുന്നത് അള്ളാന്റെ വിരുന്നുകാരായിട്ടാണ്, ഹജ്ജിന് പോകുന്നത്, ഉംറക്കും പോകുന്നത്. പക്ഷെ സ്വർഗത്തിൽ നമ്മൾ പോകുന്നത് അള്ളാഹുവിന്റെ വിരുന്നുകാരായിട്ടല്ല. ഈ വിരുന്നുകാരായിട്ട് പോകുമ്പോഴുള്ള പ്രശ്നം എന്താ? 3 ദിവസം അടിപൊളി അല്ലെ, 3 ദിവസം അടിപൊളിയാവില്ല, 1 ദിവസം അടിപൊളി. പിറ്റേന്നാവുമ്പോ നമുക്കൊരു ഏനക്കേട്. ഇന്നലത്തെ ആ ഇമ്പം ഇന്നില്ലാലോ, ചെറിയ മടുപ്പിയാക്ക് വരുന്നുണ്ടോ, എന്നെ കൊണ്ട് ഇയാള് കെണിയുന്നുണ്ടോ, ഒരു തോന്നലുണ്ടോ? പക്ഷേ അഭയാർത്ഥിയാണെങ്കിൽ പറയണ്ട, വിധേയത്വം വരും. ഖാലിദീന ഫീഹാ. സ്വർഗത്തിന്റെ ഫയൽ എത്തിയതാൽ ഫുലാൻ ബിൻ ഫുലാൻ, ഫുലാനത്തു ബിന്ത് ഫുലാൻ, അവിടുത്തെ SIR നമ്മൾ പുറത്താവൂല, അവിടുത്തെ NRC CA നമ്മൾ പുറത്താവൂല, അവിടെ നമ്മളൊന്നും ബാക്കിയാവും. ഖാലിദീന ഫീഹാ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഖാലിദീന ഫീഹാ എന്നുള്ള വാക്ക് സ്വർഗത്തെ കുറിച്ച് അള്ളാഹു നടത്തുന്ന അതിശക്തമായ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നിങ്ങളെ പുറത്താക്കാൻ ആർക്കും കഴിയില്ല. സമാധാനം. ആധുനിക ലോകത്തെ വാക്കിന്റെ റെലവൻസ്. റളിയല്ലാഹു അൻഹും വറദൂ അൻഹു, റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലേ? വലിയ കമ്പനി, വലിയ വിദ്യാഭ്യാസ സ്ഥാപനം, അവിടെ ഒരു കമ്പനിക്കാർക്ക് കുരുത്തക്കേട്. എന്താ പറയുന്നത്? നല്ല കമ്പനിനെ കുഴപ്പം പറഞ്ഞു, നല്ല അധ്യാപകർ, എഫിഷ്യന്റ് സ്റ്റാഫ്, എഫിഷ്യന്റ് ലേബേഴ്സ്. പക്ഷെ കമ്പനി മുതലാളിക്ക് ഒരു കുരുത്തക്കേട്. അടുത്ത സാമ്പത്തിക വർഷം മുതൽ, അധ്യയന വർഷം മുതൽ നമുക്ക് എല്ലാരെയും ഒന്ന് മാറ്റിയാലും ഒന്നുമില്ല. കുട്ടികൾക്കെല്ലാം നല്ല പാസ്സൊക്കെ ഉണ്ട്, നല്ല മാർക്കെല്ലാം ഉണ്ട്, അടിപൊളിയാണ്. പക്ഷേ ഒരു 12 കൊല്ലായില്ലേ ഈ ഉസ്താൻ, 5-8 കൊല്ലായില്ലേ ഈ തൊഴിലാളികൾ തന്നെ. ഒരു ഫ്രഷപ്പ് ആവട്ടെ, ന്യൂ ഫേസിനെ കൊണ്ടുവരാം, ആൾക്കാരെ മാറ്റും. പക്ഷേ അള്ളാഹുവിന് എന്ത് തോന്നൂല എന്നറിയുമോ? ഒരു 12,000 കൊല്ലായില്ല ഇവനെ ഞാനിങ്ങനെ തീറ്റിപ്പോയിട്ട്, ഇനി ഇവരെ പുറത്താക്കിയിട്ട് പുതിയ ടീമിനെ കൊണ്ടുവരാം എന്നും അള്ളാഹുവിന് തോന്നൂല. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നുണ്ട്. ആൾക്കാരെ പേരോളം മോശം. വലിയ ആൾക്കാരിൽ ആദ്യമായിട്ട് വരുമ്പോ നമ്മൾ ലക്ഷക്കണക്കിന് ആൾ കാണാൻ പോകും അല്ലേ? ദുനിയാവിന്റെ അവസ്ഥ. പക്ഷെ എപ്പോഴും വന്നോണ്ടിരുന്നാലോ ആദ്യം ഭയങ്കര ഇമ്പുണ്ട്, ആദ്യം ഭയങ്കര താല്പര്യമായിരിക്കും, പിന്നെ താല്പര്യം കുറഞ്ഞു പോകും. എന്ന് പറഞ്ഞ പോലെ കുറെ കാലമായി അല്ലാഹുവിനെ കാണുന്നു, അവന്റെ റസൂൽ
വിനോദസങ്കല്പം അതിന്റെ മാക്സിമത്തിൽ. അല്ലാഹു നമ്മളെയും മാറ്റില്ല, നമുക്ക് അവരെയും മാറ്റണമെന്ന് തോന്നില്ല. ദുനിയാവിലുള്ള മൈൻഡിന്റെ നേരെ മറുപുറം പറയുകയാണ്. വലിയ ആളാണ്, ആദ്യം ഒന്നിച്ച് പോകാൻ, അപ്പോയിന്റ്മെന്റ് എടുക്കാൻ, ഒന്നിച്ചൊരു സെൽഫിക്ക്, കാറിൽ പോകാൻ, ഒപ്പം ഫോട്ടോ എടുക്കാൻ നമ്മളെ മത്സരിച്ച് ചെയ്യാം. പക്ഷെ 4 വട്ടം കിട്ടിയാലോ പിന്നെ അങ്ങനെ കാറ്റടിക്കുന്നു പോലെ ആള് വരുന്നു, ആള് പോകുന്നു. കമ്മിറ്റിക്കാരും കൊണ്ടൊക്കെ പറയും, വന്നാൽ ടീ തരും, ചായന്റെ പൈസ തരും, ചോറ് തരും, ഒന്ന് വന്നേരുവോ, എന്നാലും നമ്മള് പോലെ മടുത്തു. സ്വർഗത്തിൽ അങ്ങനെയല്ല. അങ്ങനെ കുറെ കാലമല്ല കാണുന്നത്. പുതിയൊരു അമ്മ വരട്ടെ തോന്നൂല, പുതിയ റസൂല് വരട്ടെ തോന്നൂല. ഇത് അല്ലാഹുവിനെ ഭവ്യതയോടെ കണ്ടവർക്കുള്ള പ്രതിഫലമാണെന്ന് പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജല്ല. അപ്പൊ സ്വർഗം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്ക് 1-2 അതബില്ലാത്ത വാക്യം പറഞ്ഞു കേട്ടോ. സ്വർഗത്തിലുള്ള നിഅമത്തുകളെ നമ്മളെ ചെറുതാക്കിയതിൽ അല്ലാഹു നമുക്കത് തരട്ടെ. അതേസമയം ആ സ്വർഗത്തിന്റെ മർമ്മം ഏതാണ്? അല്ലാഹുവും റസൂലുമാണ്. ബാക്കി എല്ലാം സ്വർഗത്തിൽ കിട്ടും അല്ലേ? ഇതിനെ അവർ കളിയാക്കുമ്പോ വിനോദസങ്കല്പത്തിന്റെ മാക്സിമം എന്തോ പറയാൻ ഉദ്ദേശിച്ചാണ്. ഈ അടുത്തൊരു വലിയ ക്രൂരൻ, പള്ളിയിൽ നിന്ന് കുറെ ഈ ക്രൂരന്മാരെ കഥ പറയുന്നുണ്ട്. അപ്പൊ അയാള് 80,000 ആളെ ഒരു കൊല്ലം കൊണ്ട് കൊന്ന ആളാണ്. പേര് പറയണ്ടല്ലോ. മൂപ്പര് ഇന്റർവ്യൂ പറഞ്ഞു, മൂപ്പര വലിയ സങ്കടം, മൂപ്പര പേരക്കുട്ടിയെ കുറച്ച് ദിവസമായി കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളെ ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവും. അത് അയാളാണെങ്കിലും ഇയാളാണെങ്കിലും മറ്റയാളാണെങ്കിലും ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊന്ന ലോക ക്രൂരനാണെങ്കിലും സ്വന്തം കുടുംബത്തിലെയും പരിചയത്തിലെയും പേരക്കുട്ടികളുടെ തലയിലൂടെ കൈവിരലുകൾ പായിച്ച് പേരക്കുട്ടികളുടെ കളികൾ, ചിരികൾ, തമാശകൾ, കുസൃതികൾ, കുതൂഹലങ്ങൾ, രസങ്ങൾ, വികൃതികൾ, കുസൃതികൾ, അതൊക്കെ വലിയ ആശ്വാസങ്ങൾ. അതുപോലും ഖുർആൻ പറയുന്നു ഒരു സ്വർഗത്തിന്റെ മാക്സിമം. അതാണ് നമ്മളെ ചോദിക്കുന്നത്. ഞാനിപ്പോ ഈ ആയത്തിന്റെ സൂറത്തുൽ വാഖിഅയുടെ തുടക്കം ഞാന് ഇന്ന് വരൂലെന്ന് ഇവിടെ വരാൻ അല്ലെങ്കിൽ സമയം വൈകിയതിന്റെ ഒരു കാരണമാണ്, ഞങ്ങളുടെ നാട്ടിൽ ഒരു മദ്രസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. ഇതേപോലൊരു പിരിവിന് ഒരു മുതലാളിയുടെ അടുത്തേക്ക് ഞങ്ങൾ കുറച്ചാള് പോയപ്പോ എന്റെ ഒപ്പമുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞു, ആ പുരയിൽ പോയാൽ അവിടുത്തെ ആചാര്യ നിങ്ങളോട് ചോദ്യം ചോദിക്കും, മിക്കവാ അല്ലെങ്കിൽ ഒരു കാര്യം സങ്കടം പറഞ്ഞു. മൂപ്പരെ 12 വയസ്സുള്ള മോന് ഒരു വലിയ രോഗം പിടിച്ച് മരിച്ചു. അതിന്റെ മുമ്പ് മൂപ്പര് WMOക്കും എല്ലാ അറബി കോളേജിനും എല്ലാ നമ്മുടെ സ്ഥാപനങ്ങൾക്കും വാരിക്കോരി സദക്ക കൊടുത്ത ആളാണ്. ഈ മരണം സംഭവിച്ചതിന് ശേഷം മൂപ്പര് ഭയങ്കര ഡസ്പാണ്. നിസ്കരിക്കലുണ്ടോന്ന് സംശയം, വിശ്വാസം. മൂപ്പര പരാതി, ഇത്രയും ലക്ഷങ്ങൾ കൊടുത്തിട്ടും എന്റെ മോനെ അല്ലാഹു എനിക്ക് തന്നില്ല എന്നുള്ളതാണ്. അതിങ്ങളോട് ചോദിക്കും. അപ്പോ അതിനൊരു സമാധാനം പറഞ്ഞേക്കുന്നല്ലേ നമ്മുടെ കാര്യം നടക്കൂ എന്നുള്ളതാണ് നമ്മൾ പോകുമ്പോ അത് ചർച്ച ചെയ്തത്. അവിടെ നിന്ന് പിന്നെ മുമ്പ് എന്താ ചോദിച്ചത്, ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത് ഞാൻ അവിടെ പറയുന്നു. കാരണം അതിന്റെ ഞങ്ങൾക്കിടയിലുള്ള സംഗതി ഇവിടെ ഒരു പയ്യല. അതേസമയം ഞാനിങ്ങനെ പോകുമ്പോ ആലോചിച്ചു, അല്ലെങ്കിൽ മുമ്പോട്ട് സംസാരിക്കുമ്പോ ആലോചിച്ചു, ഇത് ഇന്നത്തെ കഥയല്ലേ. ഇത് പിരിവിന്റെ ഒരു വിഷയം പറഞ്ഞപ്പോ ഇന്നത്തെ ഓർത്തുന്നുള്ളൂ. ഞങ്ങളോട് ഞാൻ പറഞ്ഞത് നമ്മുടെ ആവശ്യം എന്താ. അപ്പൊ ഞാൻ ആലോചിച്ചത്, ലോകത്തെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ 12 വയസ്സും 10 വയസ്സുമുള്ള മോനും മോളും നേരത്തെ മരണപ്പെട്ടു പോയാൽ അതിനെ സമാധാനിപ്പിക്കുന്ന ഒരു ദർശനം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്രത്തിൽ യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദ് എന്നുള്ള വാക്ക് പറഞ്ഞ പോർട്ടതാണ്.
ഇപ്പൊ ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഈ പറയുന്ന എക്സ് OM അവര് പറയല്ലോ ഗാസയിലെ കുഞ്ഞുങ്ങള്, ഇറാനിലെ കുഞ്ഞുങ്ങള്, അവിടെയുള്ള കുഞ്ഞുങ്ങള്, വയനാട്ടിലെ കുഞ്ഞുങ്ങള്, മറ്റേ കുഞ്ഞുങ്ങളൊക്കെ നേരത്തെ മരണപ്പെട്ടു പോകുന്നു, അള്ളാഹു കൊണ്ട് കടുപ്പാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ അള്ളാഹു ഉപയോഗിച്ച വാക്ക് നോക്കുക, ഈ പ്രായപൂർത്തിക്ക് മുമ്പേ മരണപ്പെട്ടു പോയ കുഞ്ഞുങ്ങളാണ് സ്വർഗത്തിലെ ഈ റിക്രിയേഷൻ, ഈ ആനന്ദം, സ്വർഗത്തിലെ വളണ്ടിയേഴ്സ്. ഈ ഷർഫാജിന്റെ 12 വയസ്സുള്ള മോന് ലുക്കീമിയ പിടിച്ച് മരിച്ചെങ്കിൽ ആ മോനെ കുറിച്ചൊരു വാക്ക് ഖുർആനിലുണ്ട്. എന്താ? നിങ്ങളുടെ സ്വർഗത്തിന്റെ ഉമ്മറപ്പടിയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ വേണ്ടിയിട്ട് തളികയിൽ ഫ്രൂട്ട്സും പൂവുമായിട്ടൊരു കുഞ്ഞുണ്ടാവും, ചുറ്റിപ്പറ്റി വളണ്ടിയറായി. അവരെ ചുറ്റിപ്പറ്റി കളിക്കും. മരിക്കാത്ത കുഞ്ഞുങ്ങൾ. അള്ളാഹു ഉപയോഗിച്ചൊരു വാക്കിന്റെ ഒരു ഘടന നോക്ക്. ഒരിക്കലോ അവര് മരിച്ചു, അതല്ല നിങ്ങളുടെ പരാതി. വെള്ളപ്പൊക്കത്തിന് മരിച്ചു, അതല്ലേ സങ്കടം. മിസൈൽ വീണ മരിച്ചു, അതല്ലേ സങ്കടം. ക്യാൻസർ പിടിച്ച് മരിച്ചു, അതല്ലേ സങ്കടം. ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷെ അമരത്വം ചാർത്തപ്പെട്ട കുട്ടികൾ, ശാശ്വതീകത്വമുള്ള കുട്ടികൾ, ആൺകുട്ടികളും കുട്ടികളും ചുറ്റിപ്പറ്റി കളി. ഗാസയിലെ കുഞ്ഞുങ്ങൾ സ്വർഗത്തിലെ വളണ്ടിയേഴ്സ് ആണെന്ന് പറയുന്ന ഒരു ഖുർആൻ. എന്റെ അർത്ഥം തന്നെയാണ് തഫ്സീറിന്റെ എല്ലാ തഫ്സീറും. പാടം അമ്മ തന്നെ തത്തിൽ നിന്നുതിർന്നു ചുടുകണ്ണീർ. 4 മാസം മുമ്പിലേറെ നാൾ കൊതിച്ചിട്ട ബാലമാ ഗന്ധം പോയി തുണികൾ വിരിയവേ. ബാക്കി പാട്. ഞാൻ മാത്രം ഇങ്ങനെ പറയുന്നെന്താ? ബാക്കി എന്താ? ഏതെങ്കിലും കുട്ടി പാടിത്തരോ? വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ മാമ്പഴം. അങ്കണത്തൈമാവിൽ നിന്ന് അകത്തോ പാടം വീഴേ അമ്മതൻ നേത്രത്തിൽ മുതിർന്നു ചുടുകണ്ണീർ. 4 മാസം മുമ്പിലേറെ നാൾ കൊതിച്ചിട്ട ബാലമാ ഗന്ധം പോയി തുണികൾ വിരിയവേ. ഒരു വാക്ക് പറഞ്ഞാൽ ബാക്കിയും പാടില്ല. അമ്മതൻ മണിക്കുട്ടൻ ഭുകിരി കത്തിച്ച പോൽ അമര ചണ്ടം നൊടി ചാടി ചടുത്തത്തി അടുത്തെത്തി. മാമ്പഴം വീഴുന്നേരം ഓടിച്ചെടുക്കേണ്ടാൻ തുങ്കുല തല്ലുന്നതു തല്ലുകൊള്ളാനിട്ടല്ലേ. അതിന്റെ മുമ്പ് ഒരു വരിയുണ്ടല്ലോ, ഇത് തസവൂഫിന്റെ വാക്കായത് കൊണ്ടാണ് ഞാൻ ഈ രാവിലെ ഇത് പാടുന്നത്. ചൊടിച്ചു മാതാവപ്പോൾ ഉണ്ണികൾ വിരിഞ്ഞ പൂവെടുത്തു കളഞ്ഞല്ലോ കുസൃതിക്കുറുന്നെ നീ. മാമ്പഴം വീഴുന്നേരം മരിച്ചെടുക്കേണ്ടോൻ പൂങ്കുല തല്ലുന്നതോ തല്ലുകൊള്ളാനിട്ടല്ലേ. പൈതലിൻ പാപം മാറി വദനാം ഭുജം പാടി കൈതവം കാണാ കണ്ണ് കണ്ണുനീർ തടാകമായി. ഇത് വാക്യം എന്താ? മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പെറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മലർക്കുല എറിഞ്ഞു വെറും മണ്ണിൽ. ഇതിന്റെ ശേഷമുള്ള 2 വരി വൈലോപ്പള്ളിയുടെ 2 വരി അറബിയിലായിരുന്നുവെങ്കിൽ കിതാബിൽ വരേണ്ട വരിയായിരുന്നു. വാക്കുകൾ കൂട്ടിച്ചെല്ലാൻ വയ്യാത്ത കിടാകളെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. തുങ്കമാമീനച്ചുടാൽ തൈമാവിൻ മരതക കിങ്ങിണി സൗഗന്ധിക പുഷ്പമായി തീരും മുമ്പേ മാമ്പഴം വീഴാൻ കാത്തു നിൽക്കാതെ മാതാവിന്റെ പൂങ്കുയിൽ കൂടും വിട്ട് ഭാരലോകത്തെ പുൽകി. ഭ്രാന്തിനെ പാടിയൊന്നല്ലേ ഇത്. മലയാളത്തിൽ എനിക്ക് വലിയ പേരൊന്നുമില്ല. മലയാള സാഹിത്യത്തിൽ രചിക്കപ്പെട്ട ഏറ്റവും ശക്തമായ തസവൂഫിന്റെ ഗാനം ഇപ്പാട്ട് അല്ലെ. പരമ്പിരിച്ചുമ്മാവിട്ട് എന്നുള്ള പാട്ടുണ്ടല്ലോ,
ആ പാട്ടിന് 1-ാം സ്ഥാനമാണെങ്കിൽ ഇതിന് 2, ഇനി ഇതിന് 1 അതിന് 2. എന്റെ ജഡ്ജ്മെന്റ് അതാണ്, ഞാൻ ജാഹിലാണ്. വല്ലാത്തൊരു പാട്ടാണ്. എന്താ അതിന്റെ തീം? അതിന്റെ തീം ഒരു വീട്ടിന്റെ മുറ്റത്തേക്ക് ആദ്യമായിട്ട് പൂത്ത എന്നിട്ട് കായ്ച്ച മാവിൽ നിന്നൊരു പഴുത്ത മാമ്പഴം മുറ്റത്ത് വീണപ്പോ ആ രംഗം കാണുന്ന വീട്ടിലെ അമ്മയുടെ കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണുനീർ ഉരുണ്ടുരുണ്ട് കൂടി വന്നിട്ട് ചുണ്ടിന്റെ കൊണ്ടിലൊരു ഉപ്പിച്ചയായി ചെന്നടിഞ്ഞു നിന്നു. എന്താ കാരണം? അത് 4 മാസം മുമ്പ് അതുമ്മൽ മാവ് പൂത്തിട്ട് ആദ്യമായി കുടുംബത്തെയൊക്കെ സന്തോഷിപ്പിച്ചിങ്ങനെ നിൽക്കുമ്പോ അതിൽ നിന്നൊരു കൊളുന്തൊടിച്ചെടുത്തിട്ട്, ഉണ്ണിമാങ്ങയുടെ കൊളുന്തൊടിച്ചെടുത്തിട്ട് വീട്ടിലെ കുട്ടി അമ്മയുടെ അടുത്തെത്തിയിരുന്നു. അമ്മയെ ഞാനിത് പറിച്ചു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തിൽ. പക്ഷെ അങ്ങനെയല്ല പ്രതികരണം അമ്മ കൊടുത്തത്. നല്ല ശകാരമാണ്. ഇത് പഴുത്തിട്ട് താഴെ വീഴുമ്പം അത് പെറുക്കേണ്ടോ, ഇപ്പൊ തന്നെ കൊളുന്ത് പറിക്കുന്നത് ചന്തിക്ക് നല്ല അടി കിട്ടാനിട്ടല്ലേ എന്നുള്ളതാണ് അമ്മയുടെ നിലപാട്. അപ്പോ ആകെ കുട്ടിയാകെ കരയാൻ പോയി, കണ്ണുനീറാകെ തടാകമായി, ആകെ വാടി. ആൺകുട്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ ആ മാങ്കുല മണ്ണിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് ഒരു വർത്താനം. ഇത് പാട്ട് പാടുന്ന കുട്ടികള് ഇത് 2 വട്ടം റിപ്പീറ്റ് ചെയ്യും. മാമ്പഴം പൊറുക്കുവാൻ ഞാൻ വരുന്നില്ല, മാമ്പഴം പൊറുക്കുവാൻ ഞാൻ വരുന്നില്ല എന്നവൻ മലർക്കൊല എറിഞ്ഞു ഉറുമണി. എനിക്ക് മാണ്ട നിങ്ങളുടെ വീര്യം പിടിച്ച മാങ്ങാന്ന് പറഞ്ഞിട്ട് അതിനെ മണ്ണിലെറിഞ്ഞിട്ട് കുട്ടി വിട്ടിട്ട്. എന്നിട്ടോ അതിന്റെ അടുത്ത വരെ ഞാൻ പറഞ്ഞ അറബിയിലാണെങ്കിൽ കിതാബിൽ വരും. ഒരു വാക്കിന് മറുവാക്ക് പറയാൻ പറ്റാത്ത കുട്ടികളെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അറിവ് കിട്ടിയിട്ട് പ്രവചനം നടത്തുന്ന പ്രവാചകന്മാരാണോ എന്നാണ് കവിയുടെ ചോദ്യം. കാരണം മീനമാസത്തിലും കുംഭമാസത്തിലും വെയിലേറ്റ് ഈ മാവ് പഴുത്തിട്ട് സ്വർണ്ണ നിറമാവുന്നതിന്റെ മുമ്പ് മരണപ്പെട്ട് ഈ കുട്ടി ഖബറിലേക്ക് പോയി. മാങ്ങ പെറുക്കാൻ കാത്തു നിന്നില്ല. ആ കുട്ടിക്ക് അവകാശപ്പെട്ട മാങ്ങയാണ് മുറ്റത്ത് വന്ന് വീണിട്ട് പെറുക്കാനാണില്ലാതെ അണ്ണാറക്കണ്ണന്മാർ അത് പെറുക്കി ഓടിക്കളയുന്നത്. ഈ മാങ്ങ ഞാൻ എന്ത് ചെയ്യുമെന്നാണ് അമ്മയുടെ പരാതി. ഞാൻ ഈ കവിതാ ഭാഗം പറഞ്ഞത് ഈ ഖുർആന്റെ ഈ ഭാഗം പറയാനാണ്. ആ അമ്മയോട് വൈലോപ്പള്ളി ശ്രീധരമേനോന്റെ ഭാവന എവിടെയാണോ തീർന്നത്, ഈ അമ്മയോട് പറയാനൊരു സമാധാന വാക്ക് മലയാള സാഹിത്യത്തിലോ ലോക സാഹിത്യത്തിലോ അതിനപ്പുറം ഒരു കവിതക്ക് 2 വരിയില്ല. അതിന്റെ അപ്പുറത്ത് 2 വരിയുള്ളത് വേദത്തിനാണ്. യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ. ആ കുട്ടി മറ്റൊരു മാങ്ങയും പിടിച്ചിട്ട് നിങ്ങളെയും കാത്ത് സ്വർഗത്തിലുണ്ടാകുമെന്ന് പറയാൻ വൈലോപ്പള്ളിക്ക് അത് കിട്ടിയില്ല. പക്ഷെ ഖുർആനിൽ അത് പറയുന്നുണ്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يطوف عليهم ولدان مخلدون. ഇതൊന്നും ആർക്കെങ്കിലും തോന്നണ്ട, ഇതൊരു ചെറിയ സംഗതിയാണെന്ന്. മക്കള് മരിച്ചുപോയി സങ്കടപ്പെടുന്ന ഉമ്മാക്ക് ഈ ആയത്ത് കൊടുക്കുന്ന ഫലം എത്ര വലുതായിരിക്കും. ഇനി എന്ത് ചെയ്യും? കുറെ സ്റ്റാറ്റസ് വെച്ചു, കുറെ DP ആക്കി, കുറെ കരഞ്ഞു, എന്നിട്ട് വൈലോപ്പള്ളി പാട്ട് പാടി, എന്നിട്ടൊന്നുമില്ല. പക്ഷെ ഹിദായത്ത് കിട്ടിയാൽ അതിന്റെ അപ്പുറത്തെ പിന്നുണ്ട്. ആ കുട്ടി പോയത് നന്നായി. കാരണം ആ കുട്ടിയും സ്വർഗത്തിലെത്തി, നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അപ്പൊ തെക്കോട്ടേക്ക് മറിഞ്ഞാലും വടക്കോട്ടേക്ക് മറിഞ്ഞാലും അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നടുപത്രമാണ്. അള്ളാഹു അവർ നമ്മളെ കൊടുത്തുമാറാകട്ടെ. ഞാൻ ഏകദേശം 1.5 മണിക്കൂറാണ് കരുതിയത്, പിന്നെ കുറച്ച് പുറത്തേക്കെത്തി. അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യട്ടെ. നട്ടപ്പാതിരിയാണ്, വളരെ അർദ്ധരാത്രിയാണ്. അള്ളാഹു കബൂലാക്കിയ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരൊറ്റ മജ്‌ലിസ് കബൂലാക്കിയാൽ ഞാൻ തങ്ങളോ അവിടെ ഇരിക്കുമ്പോൾ ഞാൻ തങ്ങളോട് പറഞ്ഞു, ഏതെങ്കിലും ഒരാൾ ഇതിന് മക്കബൂലായ ആളുണ്ടെങ്കിൽ പറയുന്നയാളെ എനിക്ക് എന്നെ പറ്റി നിങ്ങളുടെ എത്രയോ താഴെയാണ്. മൈക്കും വായിലും നാവും ഉള്ളത് കൊണ്ട് ഒച്ച ഞാനാണ് ഉണ്ടാക്കുന്നത്. അത് ഞാൻ സമ്മതിച്ചില്ല.
അതേസമയം എൻ്റെ ഒരു ധാരണ പ്രകാരം എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളുടെ എത്രയോ താഴെയാണ്. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ അരികെ മഖബൂലായ സ്വീകാര്യനായ ഒരു മനുഷ്യനുണ്ടെങ്കിൽ ഈ സദസ്സ് ജയിച്ചില്ലേ? നമ്മൾ കഴിച്ചലായില്ലേ? അല്ലാഹു അങ്ങനെയുള്ള സ്വീകരിക്കപ്പെട്ട സദസ്സായി നമ്മിൽ ഇത് കബൂൽ ചെയ്യണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. അല്ലാഹു കബൂൽ ചെയ്യണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم. اللهم بحقك وبفضل نبيك محمد صلى الله عليه وسلم وبركة هذه الليلة المباركة. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് ഇതിനെ നീ കബൂൽ ചെയ്യണം റബ്ബേ, ഈ സംഗമത്തെ കബൂൽ ചെയ്യണം റബ്ബേ. അല്ലാഹുവേ, നിന്നോട് എന്താണ് ചോദിക്കേണ്ടത് എന്നോ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്നോ ഒന്നും അറിയാത്ത ജാഹിലീങ്ങളാണ് ഞങ്ങളെല്ലാവരും. അല്ലാഹുവേ, എന്താണോ ഞങ്ങൾ ചോദിക്കേണ്ടത് അതിനെ ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ഞങ്ങൾ അറിയുന്ന ഖൈറിനേക്കാൾ ഖൈർ ഞങ്ങൾ അറിയാത്ത ഖൈറായിരിക്കാം. നിന്റെ പക്കൽ ഏതാണോ ഞങ്ങൾക്ക് ഏറ്റവും ഉത്തമമായത് അതിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ റബ്ബേ. അല്ലാഹുമ്മ ബിഹഖിക വബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളെയും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങളോട് ദുആ വസിയത്ത് ചെയ്തവരും ചെയ്യാത്തവരുമായ കുടുംബക്കാരെയും ഭാര്യമാരെയും മക്കളെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും സങ്കടം വരുമ്പോൾ ഞങ്ങൾക്ക് സങ്കടമാവുന്ന തരത്തിൽ ആരൊക്കെ ഞങ്ങൾക്ക് ഉള്ളിലുണ്ടോ അവരെ എല്ലാവരെയും, അവരുടെ ഉള്ളിൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരെയും നീ നിന്റെ ജന്നാത്തുൻ നഈമിലേക്ക് നിന്നിലേക്ക് ഞങ്ങളെ നീ നയിക്കണമേ റബ്ബേ. ഞങ്ങളെ ഒരുമിപ്പിക്കണേ റബ്ബേ. ഇതുപോലെ ഞങ്ങളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണേ റബ്ബേ. അല്ലാഹുവേ, ഉറക്കം കൊണ്ടും സമയമില്ലായ്മ കൊണ്ടും വേറെ എന്തൊക്കെ കാരണത്താൽ ഈ സദസ്സ് തുടങ്ങിയിട്ട് അതിന്റെ ഇടയിൽ ഇതിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ടുണ്ടോ അവർക്കും ഇവിടെ ഇരുന്നവർക്ക് എന്തൊക്കെ പ്രതിഫലം നീ തരുന്നുണ്ടോ ആ ഹൈറായ പ്രതിഫലം മുഴുവനും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോയ ഈ പ്രസംഗം തുടങ്ങും ഇവിടെ ഇരുന്നിട്ട് ഇപ്പം ഇവിടെ ഇല്ലാത്ത എല്ലാ സഹോദരങ്ങൾക്കും നീ പ്രദാനം ചെയ്യണം റബ്ബേ. അല്ലാഹുമ്മ ബിഹഖിക വബിഫദ്ലി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നീ ഒന്നാക്കി തരണമേ റബ്ബേ. അല്ലാഹുമ്മ അമർതനാ ബിദുആഇക വഅതനാ ബിഇജാബതിക വഖദ് ദഊനാക കമാ അമർതനാ ഫസ്തജിബ് ലനാ കമാ വഅദ്തനാ യാ ദൽ ജലാലി വൽ ഇക്റാം യാ ദൽ ജലാലി വൽ ഇക്റാം യാ ദൽ ജലാലി വൽ ഇക്റാം. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയം ഏറ്റവും അവസാനത്തെ സമയമാക്കി തരണമേ റബ്ബേ. اللهم بحقك وبفضل نبيك محمد صلى الله عليه وسلم ഈ സദസ്സിൽ ആത്മാർത്ഥമായി വന്നിരിക്കുന്ന സഹോദരന്മാരുണ്ടാകും. അവരുടെ നീയത്തിന്റെ ബർക്കത്ത് കൊണ്ട് ധാരാളം ഉലമാക്കളുണ്ട്. അവരുടെ സാന്നിധ്യത്തിന്റെ ബർക്കത്ത് കൊണ്ട് സദാത്യങ്ങളുടെ സാന്നിധ്യത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇവിടെ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വാക്യം മഖബൂലായിട്ടുണ്ടെങ്കിൽ അത് പറയുന്നവന്റെ പോരായ്മ നീ പരിഹരിച്ച് അത് കബൂലിയത്തുള്ള വാക്യമോ പരാമർശമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ബർക്കത്ത് കൊണ്ട് നിന്റെ മഹത്തായ ഫضل കൊണ്ട് അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല സമയം ഞങ്ങൾ മരിക്കുന്ന സമയമാക്കി തരണേ റബ്ബേ. ഏറ്റവും നല്ല ശ്വാസോച്ഛ്വാസം മരിക്കുമ്പോൾ ശ്വാസോച്ഛ്വാസമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ട ഏറ്റവും നല്ല കാഴ്ച മരിക്കുമ്പോൾ കാണുന്ന കാഴ്ചയാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്ന ശബ്ദം ഏറ്റവും നല്ല ശബ്ദം മരിക്കുമ്പോൾ കേൾക്കുന്ന ശബ്ദമാക്കി തരണേ റബ്ബേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പറയുന്ന ശബ്ദങ്ങളിൽ വാക്കുകളിൽ ഏറ്റവും നല്ല വാക്ക് മരിക്കുന്ന നേരത്തെ ഞങ്ങൾ പറയുന്ന വാക്കാക്കി തരണം റബ്ബേ. ദുനിയാവിനേക്കാളും നല്ല ആഖിറത്ത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ. ജീവിതത്തെക്കാൾ നല്ല മരണം നൽകണേ റബ്ബേ.
റബ്ബേ. അതിനേക്കാളും നല്ല ബർസഖ് നൽകണേ റബ്ബേ. അതിനേക്കാളും സന്തോഷമുള്ള മഹ്ശർ നൽകണേ റബ്ബേ. അതിനേക്കാളും സന്തോഷമുള്ള സ്വർഗം നൽകണേ റബ്ബേ. അതിനേക്കാളും അതിന്റെ മധുരമായ നിന്റെ റസൂലുള്ളാഹിന്റെ മുറാഫഖത്ത് നൽകണേ റബ്ബേ. അതിന്റെ പൂർണ്ണതയായ നിന്റെ ലിഖാവ് നൽകണേ റബ്ബേ. ഞങ്ങളെ നീ നന്നാക്കണേ റബ്ബേ, നന്നാക്കണേ റബ്ബേ. ഒരുപാട് റമദാൻ തരണേ റബ്ബേ, ദീർഘായുസ് തരണേ റബ്ബേ, ആഫിയത്ത് തരണേ റബ്ബേ. എന്താണ് ഞങ്ങൾ ദുആ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ അറിയാത്തത് കൊണ്ട് വിട്ടുപോയത് എന്താണോ അത് ഞങ്ങൾക്ക് നൽകണേ റബ്ബേ, നൽകണേ റബ്ബേ, നൽകണേ റബ്ബേ. യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. അല്ലാഹു 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 അല്ലാഹ് 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 അല്ലാഹു യാ അല്ലാഹു യാ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا بجميع مغفرتك وارحمنا بأنواع رحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. ഒരു പ്രസംഗം പറയുന്ന എല്ലാ കാര്യവും വാക്കുകളും ഉപയോഗങ്ങളും എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല. അതൊക്കെ മനുഷ്യ സഹജമാണ്, ഒന്നും മനഃപൂർവ്വമല്ല. നിങ്ങളൊക്കെ അങ്ങനെ ഏതെങ്കിലും വാക്കോ പരാമർശമോ അത് മൂപ്പര് പറയണ്ടില്ലേ, അങ്ങനെയല്ല പറയേണ്ടത്, മോശമായിപ്പോയി എന്നുണ്ടെങ്കിൽ എൻ്റെ അറിവ് കേടാണ്. അതൊക്കെ എനിക്ക് വേണ്ടി പൊരുത്തപ്പെട്ടു തരണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഉസ്താദ് വളരെ ഇതുവരെയിൽ നിന്നാണ് നമ്മൾ ഈ പരിപാടിയിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ആർക്കെങ്കിലും വല്ല നിർബന്ധമായ ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ചോദിക്കാം. എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ